ربي زدنا علما وحلما وعقلا وعذبا وفهما كاملا ربي تمم بالخير والسعادة ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين 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 برحمتك يا أرحم الراحمين. പ്രാർത്ഥനാനിർഭരമായ മനസ്സും പ്രതീക്ഷാനിർഭരമായ ചുവടുവെപ്പുമായി 13 വർഷങ്ങൾക്ക് മുമ്പ് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളുടെ ആത്മീയമായ സാന്നിധ്യത്തിൽ സമാരംഭം കുറിക്കുകയും പ്രതിബന്ധങ്ങൾ കൊടുങ്കാറ്റായി ആഞ്ഞുവീശിയപ്പോഴും പ്രതിസന്ധികളുടെ മുന്നിൽ പകച്ചു നിൽക്കാതെ നിപുണനായ കപ്പിത്താനെ പോലെ ശംസുലമായ ഇസ്ലാമിക് അക്കാദമിയെ ഇന്ന് കാണുന്ന ഈ പുരോഗതിക്ക് പിന്നിൽ നയിച്ച വളർത്തിയതിന് പിന്നിൽ പ്രവർത്തിച്ച രാജ്യശില്പി ശംസുലമായ ഇസ്ലാമിക് അക്കാദമിയുടെ അജയ്യനായ ജനറൽ സെക്രട്ടറി സംഘാടക സമിതിയുടെ കർമ്മനിരതനായ ജനറൽ കൺവീനർ ബഹുമാന്യനായ ഇബ്രാഹിം കൈസി പേരാൽ ആമുഖ ഭാഷണം നിർവഹിക്കുന്നു. സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ആദരണീയരായ മുസ്ലിം ഖൈരലിയുടെ ആത്മീയ നായകൻ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സെക്രട്ടറി ബഹുമാന്യനായ കോട്ടുമല ഉസ്താദ്, വയനാട് ജില്ലാ ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റ് അഭിവന്ദനായ ഹംസ ഉസ്താദ്, കേന്ദ്ര മുഷാവറ അംഗം വി മൂസക്കോയ ഉസ്താദ്, CICയുടെ നായകരിൽ പ്രമുഖനായ അഭിവന്ദനായ സയ്യിദ് മുഹമ്മദ് നിസാമി, കൽപ്പന നിയോജക മണ്ഡലം MLA MB ശ്രേയാംസ് കുമാർ, വയനാട് ജില്ലയിലെ മതരംഗത്തും രാഷ്ട്രീയ രംഗത്തും നിറസാന്നിധ്യമായി നിലകൊള്ളുന്ന ബഹുമാന്യരായ പണ്ഡിതരെ, ഉമറാക്കളെ, നേതാക്കളെ, സമസ്തയുടെയും പോഷക സംഘടനയുടെയും മേഖലകളിലെ സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഈ മനോഹരമായ വേദിയിലേക്ക് എത്തിച്ചേർന്ന വയനാട് ജില്ലയിലെയും ഇതര പ്രദേശങ്ങളിലെയും സത്യവിശ്വാസികളായ സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഉസ്താദുമാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ ഒത്തുചേരൽ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഇവിടെ നടക്കുന്ന നന്മകളുടെ പ്രതിഫലം നമ്മുടെ സ്ഥാപനത്തിന്റെ നാമകരണം ചെയ്യപ്പെട്ട ശൈഖുന ശംസുൽ ഉലമയുടെയും സ്ഥാപനത്തിന്റെ തുടക്കക്കാരൻ അഭിമന്യരായ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളുടെയും സ്ഥാപനത്തിന്റെ വളർച്ചയിൽ വഴികാട്ടിയായി നിലനിന്നിരുന്ന അഭിമന്യരായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെയും സമസ്തയുടെ ഉലമാക്കളുടെയും നമ്മുടെ ജില്ലയിൽ നിന്ന് സ്ഥാപനത്തെ സഹായിച്ച് മൺമറഞ്ഞു പോയ മുഴുവൻ സത്യവിശ്വാസികളുടെയും പരലോക ദർജയിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ എന്ന് ഞാൻ ആമുഖമായി ദുആ ചെയ്യുകയാണ്. വയനാട് ജില്ല മറ്റൊരു ചരിത്ര സംഭവത്തിന് കൂടി സാക്ഷ്യം വഹിക്കുകയാണ്. കേരളത്തിലെ ഇസ്ലാമിക ചരിത്രത്തിൽ തങ്കലിപികളിൽ ഉല്ലേഖനം ചെയ്യപ്പെടാൻ സാധിക്കുമാറ് പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലെ ആദ്യത്തെ ഹാഫിദിന്റെ നേതൃത്വത്തിലുള്ള ഹാഫിദുകളും 25 വാഫികളും വന്യനായ ഉസ്താദുമാരുടെയും സംഘടനാ നേതാക്കളുടെയും നേതൃത്വത്തിൽ നമ്മുടെ സദസ്സിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് ദിവാന ബോലോ അൽ ബദറു അലൈനാ ബനിയാത്തിൽ വലാഇ വദബ ശുക്രു അലൈനാ ദഅ ലില്ലാഹ് ഹിദായി ബോലോ മർഹബാ യാ നൂർ
مرحبا جد الحسين مرحبا أهلا وسهلا مرحبا يا خير داعي أيها المبعوث فينا جئت بالحمد المطاع شفيعا يا حبيبي يوم حشر لما يبون مرحبا يا نور عيني مجيدا كل دعو مرحبا يا نور عيني مرحبا جد الحسين مرحبا أهلا وسهلا مرحبا يا خير دعو يا حبيب الله يا رسول الله يا حبيب الله بمن قل طالع البدر علينا من ثنيات البداع وهب الشكر علينا يا لله يا رسول الله يا حبيب الله يا رسول الله يا حبيب الله അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ശംസുലമ ഇസ്ലാമിക് അക്കാദമിക്ക് വേണ്ടി പണിയെടുക്കുന്ന പാടുപെടുന്ന നാട്ടിലും വിദേശങ്ങളിലുമുള്ള അനേകായിരങ്ങളുടെ പ്രാർത്ഥനയുടെയും പ്രവർത്തനത്തിന്റെയും ഫലമാണ് സമുദായത്തിന് നേതൃത്വം കൊടുക്കാൻ പ്രാപ്തരായ 25 യുവ പണ്ഡിതരെ കൂടി നമുക്കിവിടെ സംഭാവന ചെയ്യാൻ സാധിച്ചത്. വരും കാലങ്ങളിലും നാട്ടിനും സമൂഹത്തിനും ഉപകരിക്കുന്ന യുവ പണ്ഡിതരെ സജീവമായ പങ്കാളിത്തം വഹിക്കാൻ ഈ മഹത്തായ സ്ഥാപനത്തിന് അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. 2002 മലയാളികളുടെ മാനസപുത്രനായിരുന്ന അഭിബന്ധരായ സയ്യിദ് ഉമർലി ശിഹാബ് തങ്ങൾ 14 മക്കളെ കൊണ്ട് തുടക്കം കുറിച്ച ഈ സ്ഥാപനം ആശങ്കകളും ആകുലതകളും അസ്ഥാനത്താക്കിക്കൊണ്ട് അതിന്റെ ജൈത്രയാത്രയിലെ 13 ആണ്ട് പിന്നിടുമ്പോൾ അഭിമാനകരമായ നേട്ടങ്ങളുടെ നീണ്ട പട്ടികയുമായി കൊണ്ടാണ് അതിന്റെ 2ാം സന്നദ്ധദാന സമ്മേളനത്തിന് നാം സാക്ഷ്യം വഹിക്കുന്നത്. വെറും കൈയോടെ തുടങ്ങിയ സ്ഥാപനത്തിന് ഇന്ന് കാണുന്ന നിലയിൽ പുരോഗതി നേടാൻ സാധിച്ചതിൽ ആത്മീയ രംഗത്ത് നമുക്ക് നേതൃത്വം നൽകുന്ന അഭിമന്യരായ പാണക്കാട് കുടുംബത്തിന്റെയും പ്രാർത്ഥന കൊണ്ട് നമ്മെ സജീവമാക്കുന്ന സമസ്തയെന്ന അജയ്യമായ പ്രസ്ഥാനത്തിന്റെ നേതൃനിരയെയും കേരളത്തിലെ വിവിധ മേഖലകളിലുള്ള സുമനസ്സുകളുടെയും പങ്കാളിത്തം നന്ദിപൂർവ്വം സ്മരിക്കാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. വാഫി എന്ന സമന്വയ വിദ്യാഭ്യാസത്തിന്റെ സമാരംഭത്തോടുകൂടി തുടക്കം കുറിച്ച നമ്മുടെ സ്ഥാപനം 6 ബാച്ചുകളിലായി യുവ പണ്ഡിതരെ സമൂഹത്തിന് സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 2ാമതായി ആരംഭിച്ച ഹിഫ്ദുൽ ഖുർആൻ കോളേജിൽ നിന്ന് ഏതാണ്ട് 50ഓളം വരുന്ന ഹാഫിദുകളെ സമൂഹമധ്യേ സമർപ്പിക്കാൻ നമ്മുടെ സ്ഥാപനത്തിന് സാധിച്ചിട്ടുണ്ട്. അഭിമാനകരമായ വളർച്ചയിൽ നമുക്ക് കരുത്ത് പകർന്ന വളരെ അഭിമാനത്തോടെ അയവറക്കാൻ കഴിയുന്ന മറ്റൊരു കാര്യം വാരാമ്പറ്റയിലെ നടന്നുവരുന്ന സ്ഥാപനം നമ്മുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ്. മഹാനായ സയ്യിദ് അലി അക്ബർ ദില്ലക്കോയ തങ്ങളുടെ നാമധേയത്തിൽ വാരാമ്പറ്റയിൽ നടക്കുന്ന ജാമിയ നൂരി അറബി കോളേജിന്റെ ജൂനിയർ സ്ഥാപനം അഭിമാനകരമായ വളർച്ചയിൽ മുന്നോട്ട് പോവുകയാണ്. ശംസുൽ ഉലമ എന്ന ആത്മീയ നേതാവിന്റെ നാമധേയത്തിൽ വെങ്ങപ്പള്ളിയിൽ നടന്നുവരുന്ന പബ്ലിക് സ്കൂൾ 8 ആണ്ടുകൾ പിന്നിടുമ്പോൾ വിജയകരമായ ചരിത്രമേ നമുക്ക് അയവിറക്കാനുള്ളൂ. അങ്ങ് കൽപ്പറ്റയിൽ പ്രവർത്തിക്കുന്ന വനിതാ കോളേജ് വളർന്നുവരുന്ന നമ്മുടെ സഹോദരിമാർക്ക് മത ചട്ടക്കൂട്ടിൽ അടങ്ങി നിന്നുകൊണ്ട് ഭൗതിക വിദ്യ കൂടെ നേടിയെടുക്കാൻ പറ്റുന്ന മനോഹരമായ പാഠ്യപദ്ധതികളുമായി
ഷംസുൽ ഉലമ ഇസ്ലാമിക് അക്കാദമി സമാരംഭം കുറിച്ച വനിതാ വിദ്യാഭ്യാസ സംരംഭമാണ്. ഇൻഷാ അല്ലാഹ് 13ാം വാർഷികത്തിന്റെ മനോഹരമായ വേളയിൽ നമ്മുടെ ചരിത്രത്തിലെ അതിമഹത്തായ മറ്റൊരു ചുവടുവയ്പ്പിന്റെ വിളംബരം നടത്തപ്പെടുകയാണ്. സുൽത്താൻ ബത്തേരി പട്ടണത്തിന്റെ വെളിപ്പാടുകൂടെ അടുത്ത അധ്യയന വർഷം തന്നെ അള്ളാഹു അനുഗ്രഹിച്ചാൽ പെൺകുട്ടികൾക്ക് പഠിക്കാനുള്ള മനോഹരമായ ഒരു വിദ്യാകേന്ദ്രത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ വളരെ മനോഹരമായി പുരോഗമിക്കുന്നു എന്നുള്ളതാണ് ആ സന്തോഷകരമായ സന്ദേശം. ഞാൻ ദീർഘമായി സ്ഥാപനത്തെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഈ വളർച്ചയിൽ ഓരോ ചുവടുവെപ്പിലും കൂടനിരാണ്ടമുള്ള ഈ സത്യവിശ്വാസികളായ സഹോദരങ്ങൾ, ഇതിൽ ഞങ്ങൾക്ക് ശക്തമായ പ്രചോദനം നൽകിയ നേതൃനിരയാണ് ഈ വേദിയിലിരിക്കുന്ന സാദാത്തുക്കളും ഉലമാക്കളും ഉമറാക്കളും. ഏതാനും മാസങ്ങൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു തണുത്ത കാലവർഷ രാത്രിയെ ഞാൻ ഓർക്കുകയാണ്. ഈ സന്ദർഭത്തിൽ പാണക്കാട് കുടുംബത്തിൽ നിന്ന് അഭിബന്ധരായ സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഒരു ഫോൺ കോൾ ചെയ്യുകയാണ്. നിങ്ങളുടെ സ്ഥാപനത്തിൽ ഹിഫ്ളുൽ ഖുർആൻ കോളേജ് ഉണ്ടോ? അതേ തങ്ങളെ, ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഹിഫ്ളുൽ ഖുർആൻ കോളേജ് ഉണ്ട്. അവിടെ ചേരാനുള്ള യോഗ്യത എന്താണ്? അടുത്ത ചോദ്യം അതായിരുന്നു. തങ്ങളെ ഇവിടെ ചേരാൻ മദ്രസയിൽ 5ാം ക്ലാസും സ്കൂളിൽ 7ാം ക്ലാസും പാസ്സാവണം. വിശുദ്ധ റമദാനിലായിരുന്നു ആ ചോദ്യം. അടുത്ത ചോദ്യം, അങ്ങനെ അഡ്മിഷൻ കൊടുക്കണമെങ്കിൽ പ്രത്യേകമായ കാലയളവുണ്ടോ? തങ്ങളെ ഇവിടെ അഡ്മിഷൻ കൊടുക്കുന്നത് ജൂൺ ആദ്യത്തിലാണ് ക്ലാസ് തുടങ്ങുന്നത്. ഇടക്കാലത്ത് അഡ്മിഷൻ കൊടുക്കാൻ പ്രയാസമായിരിക്കുമല്ലേ എന്ന സ്വതസിദ്ധമായ ശാന്തം ചോദ്യങ്ങളോട് വളരെ ശാന്തമായി ഞാൻ തിരിച്ചു ചോദിച്ചു, അഭിമന്യരായ തങ്ങളോട് ആർക്കു വേണ്ടിയാണ് തങ്ങളെ അന്ന് ചോദിക്കുന്നത്? അല്പം മൗനം പാലിച്ചുകൊണ്ട് ഞങ്ങളുടെ അജയ്യനായ നായകൻ അടുത്ത് പറഞ്ഞ വാക്ക് കേട്ടപ്പോ എനിക്ക് പ്രതികരിക്കുന്നില്ല. അല്പസമയം ഞാൻ നിശബ്ദനായിപ്പോയി. എന്റെ മകന് ഹിഫ്ള് പഠിക്കാനാണ് ഞാൻ ചോദിച്ചത് എന്നായിരുന്നു അടുത്ത ചോദ്യം മറുപടി. പാണക്കാട് കുടുംബത്തിൽ നിന്ന് ഒരു കുഞ്ഞുമോനെ വയനാടിന്റെ മലമടക്കിലെ തണുത്ത അന്തരീക്ഷത്തിലെ ചളി നിറഞ്ഞ ഈ അക്കാദമിയുടെ മുറ്റത്തേക്ക് പറഞ്ഞേക്കുകയോ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. സഹപ്രവർത്തകരായ ആരിസ് ബാക്കബിയോടും AK സുലൈമാൻ മുസ്ലിയാരോടും ഞാൻ ഈ ആശങ്ക പങ്കുവെച്ചുകൊണ്ട് തങ്ങളോട് മറുപടി പറഞ്ഞു. അവിടുന്ന് ഒരു കുട്ടി വരികയാണെങ്കിൽ കാലം ഞങ്ങൾക്ക് പ്രശ്നമില്ല, സമയം ഞങ്ങൾക്ക് പ്രശ്നമില്ല, ക്വാളിഫിക്കേഷൻ ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഈ സമൂഹത്തിൽ നിൽക്കുന്ന ഏറ്റവും വലിയ അംഗീകാരമായി ഞങ്ങളതിനെ കാണുന്നു. പക്ഷെ അങ്ങയുടെ ആഗ്രഹം പോലെ ആ കുഞ്ഞുമോൻ ഇവിടെ വന്ന് ഈ ചെളി പുരണ്ട മണ്ണിൽ കഴിഞ്ഞുകൂടാൻ ഇഷ്ടപ്പെടുമോ എന്ന് അങ്ങ് തന്നെ ഒന്ന് ഉറപ്പുവരുത്തണം. ആ കുഞ്ഞിനെയും കൂട്ടി തങ്ങൾക്കൊന്ന് ഇവിടെ വരെ വരാൻ പറ്റുമെങ്കിൽ നന്നായി. ഇതായിരുന്നു എന്റെ അടുത്ത മറുപടി. അടുത്ത് തന്നെ മഹാനായ തങ്ങൾ പറഞ്ഞു, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, കുടുംബസമേതമാണ് വരുന്നത്. യാദൃശ്ചികമെന്ന് പറയട്ടെ, മഹാനായ തങ്ങളും കുടുംബവും അക്കാദമിയുടെ തീമുറ്റത്ത് വന്ന് വാഹനമിറങ്ങുമ്പോ കോരിച്ചൊരിയുന്ന മഴയായിരുന്നു, മുറ്റം നിറയെ വെള്ളം. ഞങ്ങൾ പ്രതീക്ഷിച്ചു ഈ ഭയാനകമായ, ഈ അപകടകരമായ, വൃത്തിഹീനമായ ഈ ഒരവസ്ഥ കാണുമ്പോ മഹാനായ തങ്ങൾ ആവശ്യത്തിൽ നിന്ന് പിന്മാറും. തങ്ങളുടെ പ്രിയപ്പെട്ട മകൻ എനിക്കിവിടെ നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്തിരിഞ്ഞു പോകും. പക്ഷെ കണക്ക് കൂട്ടുകളെ തെറ്റിച്ചു. പള്ളിയുടെ മുകളിലെ തറയിൽ കിടന്നിറങ്ങുന്ന ആപ്പിളുകളായ മക്കളുടെ കിടപ്പിടം കണ്ടുകൊണ്ട് മഹാനായ തങ്ങൾ പറഞ്ഞു, ഞാൻ എന്നാണ് അഡ്മിഷൻ എടുക്കാൻ വരേണ്ടത് എന്ന്. മഹാനായ തങ്ങളുടെ മകൻ പറഞ്ഞു, ഞാൻ ഇവിടെ നിൽക്കാൻ സന്നദ്ധനാണ് എന്ന്. തണുത്ത തറയിൽ കിടക്കുന്ന കാലമായിരുന്നുവെന്ന് കുട്ടികൾക്ക് കട്ടിൽ പോലും ഉണ്ടായിരുന്നില്ല. മഹാനായ തങ്ങൾ മകന്റെ കൈപിടിച്ചു കൊണ്ടുവരുമ്പോൾ പ്രിയപ്പെട്ട തങ്ങളുടെ സ്നേഹനിധിയായ സഹധർമ്മിണിയുടെ സന്തോഷകരമായ പിന്തുണയും കൂടിയായപ്പോ വയനാട് ജില്ലയിലെ മുസ്ലിം ഉമ്മത്തിന് മലയാളക്കരയിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ അംഗീകാരം ഞങ്ങൾ ആളുകളുടെ ഇടയിൽ പരസ്യമായി വിളംബരം ചെയ്യുകയായിരുന്നു. കൊണ്ടെത്തി പോകുമ്പോ ഞങ്ങളുടെ SKSSF എന്ന അജയ്യമായ പ്രസ്ഥാനത്തിന്റെ അമരത്തിരുന്ന തങ്ങൾ അന്ന് ഞങ്ങളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ആ കുട്ടികൾ കിടക്കുന്നത് പോലെ എന്റെ മകനും തറയിൽ കിടന്നോട്ടെ, ആ കുട്ടികൾ കഴിക്കുന്നത് പോലെ ഇവിടെ വന്ന് ക്യാന്റീനിലിരുന്ന് അവർ കഴിക്കുന്ന ഭക്ഷണം കഴിച്ചോട്ടെ.
എന്റെ മകന് മറ്റൊരു പരിഗണന ഉണ്ടാവരുത് എന്ന താക്കീതായിരുന്നു തങ്ങൾ ഞങ്ങൾക്ക് നൽകിയത്. എന്തുമാത്രം വിനയാന്വിതമാണ്, എന്തുമാത്രം അനുകരണീയമാണ് ആ മനസ്സ് എന്ന് ഈ സമൂഹം അറിയണം. സകല സൗകര്യങ്ങളും അനുഭവിക്കാൻ, വാഹനങ്ങൾ, മറ്റുള്ള സംവിധാനങ്ങൾ കൊടുക്കാൻ സ്ഥാപനങ്ങളുടെ നീണ്ട നിര ഉണ്ടായിരിക്കുന്ന കേരളക്കരയിൽ നിന്ന് ഒരു രാജകുമാരൻ പരിമിതികൾ മാത്രമുള്ള വയനാട്ടിലെ ഈ മലമടക്കുകളിലേക്ക് കയറി വന്നത് ഈ സ്ഥാപനത്തിന്റെ വളർച്ചയുടെ ഏറ്റവും വലിയ ഘടകമാണ് എന്ന സന്തോഷത്തോടുകൂടെ ഞങ്ങൾ അയവിറക്കുന്നു. ഇവിടെയുള്ള കളിമണ്ണിൽ പുരണ്ടും കുട്ടികളോടൊപ്പം അവർക്ക് ഭക്ഷണം കഴിച്ചും മഹാനായ പാണക്കാട് കുടുംബത്തിലെ പ്രിയപ്പെട്ട താരകം 8 മാസം പോലും പൂർത്തിയാക്കുന്നതിന് മുമ്പ് വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിക്കൊണ്ട് ഈ സ്ഥാപനത്തിന്റെ യശസ്സ് വാനോളമുയർത്തുന്നതിൽ, മലയാളക്കരയുടെ അപ്പുറത്തേക്ക് കൂടി ഈ സന്ദേശം എത്തിക്കുന്നതിൽ പങ്കുവഹിച്ച ആ മഹൽ വ്യക്തിത്വമാണ് പ്രിയപ്പെട്ടവരെ ഈ വേദിയിലെ ഏറ്റവും വിലമതിക്കാവുന്ന, ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടാവുന്ന താരം എന്നീ സന്ദർഭത്തിൽ ഞാൻ അയവിറക്കുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ സ്ഥാപനത്തിന്റെ വളർച്ചയിൽ നമുക്ക് ഏറ്റവും വലിയ പ്രചോദനമായത് ഇതൊക്കെ തന്നെയാണ്. നമ്മൾ ആരും വലിയവരല്ല, നമ്മൾ ആരും വലിയ സമ്പന്നരുമല്ല. സമ്പന്നരായ ഒരുപാട് ആളുകളുടെ ലക്ഷങ്ങളെ കൊണ്ട് ഉണ്ടായതുമല്ല ഈ കോടികൾ വിലമതിക്കാവുന്ന മനോഹരമായ കെട്ടിടം. കവറുകളിലൂടെ കിട്ടുന്ന നാണയങ്ങളും സംഭാവനകളായി നിങ്ങൾ നൽകിയ നാണയത്തൊട്ടുകളും ഇഷ്ടികകളായി ഇവിടെ ഉയർന്നു വന്ന കോടികൾ വിലമതിക്കാവുന്ന കെട്ടിടത്തിന്റെ ചുവരുകളിലുണ്ട് എന്ന സന്തോഷത്തോടുകൂടെ മുസ്ലിം ഉമ്മത്തിനോട് പങ്കുവെക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ, നമ്മുടെ ഈ നഗരിയുടെ മുൻഭാഗത്ത് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് ഇരിപ്പിടമൊരുക്കിയ വിശാലമായ ഒരു ഭൂപ്രദേശം നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇങ്ങോട്ട് വരുമ്പോൾ നിരപ്പാക്കി കിടക്കുന്ന ആ ഭൂപ്രദേശം നമ്മുടേതായിട്ടില്ല. നമ്മുടേതാവാൻ 35 ലക്ഷം രൂപ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. ഈ സമ്മേളന പരിപാടിയുടെ തൊട്ടു മുമ്പ് ആ സൗകര്യമൊരുക്കാൻ നിങ്ങൾക്ക് പ്രചോദനമായത് വിശ്വാസികളായ സഹോദരങ്ങൾ അത് നേരിട്ട് കാണാൻ അവസരമുണ്ടാവണം എന്നുള്ളത് കൊണ്ടാണ്. 1 സെന്റ് ഭൂമിക്ക് ഏതാണ്ട് 1,15,000 രൂപ വിലമതിക്കാവുന്ന വില നിശ്ചയിച്ചുകൊണ്ട്, 1 സ്ക്വയർ മീറ്റർ ഭൂമിക്ക് ഏതാണ്ട് 3000 രൂപ വില കൊടുക്കാണ്ടി വരുന്ന വില നിശ്ചയിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം മുൻകാലങ്ങളിൽ ഇതുപോലുള്ള വൻ പദ്ധതികളെ ഏറ്റെടുക്കാൻ ഞങ്ങൾക്ക് പ്രചോദനം നൽകിയ വിശ്വാസികളിൽ കൂടുതൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് ആ സ്ഥലം കച്ചവടം ഉറപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് സാന്ദർഭികമായി ഇവിടെ നിങ്ങളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. അഭിമന്യരായ തങ്ങൾ 2 ദൗത്യ നിർവഹണത്തിന് വേണ്ടിയാണ് ഈ സദസ്സിലിരിക്കുന്നത്. ഒന്ന്, നേരത്തെ നടന്ന നമ്മുടെ ജില്ലയിലെ നമ്മുടെ നായകൻ, വയനാട് ജില്ലയിലെ മുസ്ലിം ഉമ്മത്തിന്റെ അവസാന വാക്ക്, അഭിമന്യരായ KP അംസ ഉസ്താദിന്റെ ആദരിക്കൽ ചടങ്ങിന്റെ അവസാനം ഇൻഷാ അല്ലാഹ് അഭിമന്യരായ സയ്യിദ് അവർകൾ ഈ ആയിരങ്ങൾ വരുന്ന ഈ ജനങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഇവിടെ നടത്താൻ പോവുകയാണ്. അതോടൊപ്പം ഈ സമ്മേളനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മവും അഭിമന്യരായ നമ്മുടെ പ്രസിഡന്റ് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ നിർവഹിക്കും. ആ 2 ദൗത്യ നിർവഹണത്തിന് വേണ്ടി അഭിമന്യരായ തങ്ങളവർകളെ ആദരപൂർവം ഈ സുരക്ഷാശംസയാണ്. ഇവിടെ സെനബേറ്റ് വാങ്ങുന്ന 25 വാഫികൾക്കും 18 ഹാഫിലുകൾക്കും അഭിമന്യരായ തങ്ങളാണ് സെനബ് നൽകുന്നത്. ആ വലിയ കർമ്മത്തിനും അഭിമന്യരായ തങ്ങളെ ആദരപൂർവം ഈ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. ഈ ചടങ്ങിന്റെ അധ്യക്ഷ പദവി വഹിക്കുന്ന അഭിമന്യരായ ഉസ്താദ് ഇവിടെ നടത്താൻ പോകുന്നത്. തനിക്ക് ലഭിച്ച ആദരവിനുള്ള മറുപടി പ്രഭാഷണത്തോടൊപ്പം ഈ ചടങ്ങിന്റെ ഔപചാരികമായ തുടക്കത്തിന്റെ അധ്യക്ഷ പ്രഭാഷണവും അഭിമന്യരായ ഉസ്താദ് അവർകൾ നിർവഹിക്കും. ബഹുമാന്യനായ സമസ്തയുടെ ജില്ലാ പ്രസിഡന്റും ഈ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പളും ഞങ്ങളുടെ വഴികാട്ടിയുമായ ഉസ്താദിനെ അധ്യക്ഷ പദവിയിലേക്കും ആദരപൂർവ്വം സ്വാഗതം ആശംസിക്കുകയാണ്. ഈ ചടങ്ങിൽ സനദ്ദാന പ്രഭാഷണം നടത്തുന്നത് പ്രതിസന്ധികളിലും വളരെ പ്രയാസങ്ങൾ നിറഞ്ഞ ഘട്ടങ്ങളിലും സഹായഹസ്തവുമായി നമുക്ക് ഇടയിൽ ഓടിവന്ന അക്കാദമിയുമായി ഹൃദയബന്ധം പുലർത്തുന്ന
കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ ആത്മീയ തറവാട്ടിലെ പണ്ഡിത കുടുംബത്തിലെ ഏറ്റവും കൽപ്പറ്റ ശക്തനായ തേരാളി അഭിവന്ദരായ കോട്ടുമല ബാപ്പുസ്താദുകളാണ്. അഭിവന്ദരായ ഉസ്താദിനെ ആദരപൂർവ്വം ഇവിടെ സനദ്ദാന പ്രഭാഷണം നടത്താൻ വേണ്ടി ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ഈ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നത് സമന്വയ വിദ്യാഭ്യാസം എന്ന മനോഹരമായ സങ്കല്പം അധ്വാനത്തിലൂടെ യാഥാർത്ഥ്യമാക്കി വിപ്ലവകരമായ മുന്നേറ്റത്തിന് നെടുനായകത്വം വഹിക്കുന്ന വാഫി കുടുംബത്തിന്റെ അമരത്തിരിക്കുന്ന മഹാനായ പണ്ഡിതൻ, അക്കാദമി കുടുംബാംഗം പോലെ സകല പ്രതിസന്ധികളിലും ഓടുന്ന ഏത് അത്യാവശ്യ ഘട്ടങ്ങളിലും ഒരു ഫോൺ കോൾ കൊണ്ട് ഓടിവരാറുന്ന ഈ 13ാം വാർഷിക സമ്മേളനത്തിന്റെ പ്രഖ്യാപന വേളയിൽ കൽപ്പറ്റയിലെ തിങ്ങി നിറഞ്ഞ ടൗൺ ഹാളിൽ നൂറുകണക്കിന് വരുന്ന വിശ്വാസികളോട് ഇതിന്റെ ആവശ്യകത വിളംബരം ചെയ്തുകൊണ്ട് പ്രഭാഷണം നടത്തിയ അഭിമന്യരായ സയ്യിദ് മുഹമ്മദ് നിസാമി ഉസ്താദ് അവറുകളാണ്. ആദരപൂർവ്വം ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ഈ വേദിയിലെ ആദരണീയരായ മഹൽ സാന്നിധ്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ച നമ്മുടെ പ്രിയങ്കരനായ നേതാവ് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങളാണ്. പാണക്കാട് കുടുംബത്തിലെ സയ്യിദ് ആ അംഗങ്ങളുടെ ഒരു നീണ്ട നിര ഇവിടെയുണ്ട് എന്നുള്ളത് ഞങ്ങളെ വല്ലാതെ സന്തോഷിപ്പിക്കുന്നു. അഭിമന്യരായ സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങളെയും പ്രിയപ്പെട്ട മക്കളെയും കുടുംബത്തെയും ആദരപൂർവ്വം ഈ സദസ്സിലേക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ഈ വേദിയിലുള്ള മഹൽ വ്യക്തിത്വങ്ങൾ സമസ്ത കേന്ദ്ര മുഷാവറ അംഗം ബഹുമാന്യനായ വി മൂസക്കോയ ഉസ്താദ്, അതുപോലെ ഈ സ്ഥാപനത്തിന്റെ ട്രഷറർ ബഹുമാന്യനായ പെനങ്ങോട് അബൂബക്കർ സാഹിബ്, അതുപോലെ ഈ സ്ഥാപനം നിലകൊള്ളുന്ന കൽപ്പറ്റ നിയോജക മണ്ഡലത്തിന്റെ MLA എം പി ശ്രേയാംസ് കുമാർ, ഈ സ്ഥാപനം ഉൾക്കൊള്ളുന്ന നമ്മുടെ ജില്ലയിലെ ഉമറാക്കളുടെ നേതൃനിരയിലുള്ള ബഹുമാന്യനായ PPA കരീം സാഹിബ്, KK അഹമ്മദ് ഹാജി അവർകൾ, അതുപോലെ ഈ സ്ഥാപനത്തിന്റെ വന്യരായ ഗുരുവും അഭിമന്യരായ സയ്യിദുമായ സയ്യിദ് ഷഹീർ അലി ശിഹാബ് തങ്ങൾ, സമസ്തയുടെ നേതൃനിരയിലുള്ള TC അലി മുസ്ലിയാർ, KM ആലി സാഹിബ്, MM ഇമ്പിച്ചിക്കോയ മുസ്ലിയാർ, A അഷ്റഫ് ഫൈസി, ജുബൈർ സാഹിബ് കണിയാമറ്റ, ഇബ്രാഹിം ബൈസി വാളാട്, അതുപോലെ ഈ സ്ഥാപനത്തിലെ 13ാം വാർഷിക സംഘാടക സമിതിയുടെ ട്രഷറർ M മുഹമ്മദ് ബഷീർ സാഹിബ്, വിവിധ മേഖലകളിലെ ഭാരവാഹികളായി ഇവിടെ എത്തിച്ചേർന്ന ഒരുപാട് നേതാക്കൾ, പേരെടുത്ത് പറയുന്നത് സമയദൈർഘ്യമുണ്ടാകുമെന്നുള്ളത് കൊണ്ട് ക്ഷമിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അവരെയൊക്കെയും, അതുപോലെ FKSSFന്റെ ജില്ലാ പ്രസിഡന്റ് ഷൗക്കത്ത് അലി മൗലവി, ജില്ലാ ജനറൽ സെക്രട്ടറി അയ്യൂബ് മാസ്റ്റർ, സഹപ്രവർത്തകരായ ഹാരിസ് ബാക്കബി, AK സുലൈമാൻ മൗലവി, KN നാസർ മൗലവി, ഷംസുദ്ദീൻ റഹ്മാനി, K അലി മാസ്റ്റർ, മുഹമ്മദ് ആരിമി ബാഗേരി, മുഹമ്മദ് കുട്ടി ഹസനി, UK നാസർ മൗലവി, അതുപോലെ വിദേശങ്ങളിൽ നമ്മുടെ സ്ഥാപനത്തിന്റെ നെടുംതൂണായി പ്രവർത്തിക്കുന്ന ഖത്തറിലെ പ്രിയപ്പെട്ട മൊയ്തീൻ കുട്ടി സാഹിബ്, വിദേശത്ത് സൗദിയിലെ നമ്മുടെ പ്രവർത്തകരായ അബ്ദുൾ റസാഖ് അണക്കായി, പനങ്കര മുഹമ്മദ് സാഹിബ്, വയനാട്ടിലും ഇതര പ്രദേശങ്ങളിലും പ്രഭാഷണ വേദിയിലെ നിറ സാന്നിധ്യമായ നമ്മുടെ ജില്ലക്കാരൻ പ്രിയപ്പെട്ട റാഷിദ് ഗസാലി കൂളുവയൽ, ഈ സ്ഥാപനത്തിലെ മുൻകാലങ്ങളിൽ അധ്യാപകരായി സേവനം ചെയ്തിരുന്ന ബഹുമാന്യനായ യൂസുഫ് ബാക്കവി ഉസ്താദ്, മൂസ ബാക്കവി ഉസ്താദ്, അതുപോലെ ഈ സ്ഥാപനത്തിലെ വന്യരായ ഉസ്താദന്മാർ, വിദ്യാർത്ഥികൾ, അക്കാദമിയെ ഇത്തരുണത്തിൽ വളർത്തിക്കൊണ്ടുവന്നതിൽ വലിയ പങ്കുവഹിച്ച ഈ നാട്ടിലെയും ഇതര പ്രദേശങ്ങളിലെയും ബഹുമാന്യരായ മഹൽ വ്യക്തിത്വങ്ങൾ, മക്കയിൽ ഞങ്ങളുടെ സഹപ്രവർത്തകനായി പ്രവർത്തിക്കുകയും നാട്ടിൽ വന്നു സമ്മേളനമുണ്ട് എന്നുള്ള വിവരമറിഞ്ഞപ്പോ സന്തോഷത്തോടെ തങ്ങളുടെ സഹപ്രവർത്തകരോടൊപ്പം ഇവിടെ വരികയും ചെയ്ത മക്ക SOSന്റെയും സൗദി നാഷണൽ കമ്മിറ്റിയുടെയും ബഹുമാന്യനായ സഹപ്രവർത്തകൻ അബ്ദുറഹ്മാൻ ഒളവട്ടൂർ, ബഹുമാന്യനായ റസാഖ് കൽപ്പറ്റ, അബ്ദുറഹ്മാൻ ഓമാനൂർ, അതുപോലെ ഒളവട്ടൂർ മഹലിൽ നിന്ന് ഒരു വിദ്യാർത്ഥി ഇവിടുന്ന് സനത് വാങ്ങുന്നുണ്ട്. ആ വിവരമറിഞ്ഞപ്പോൾ അതിന് സാക്ഷിയാവാൻ ഇവിടെ എത്തിച്ചേർന്ന ഒളവട്ടൂർ മഹലിന്റെ പ്രസിഡന്റ്, അതിന്റെ ഭരണകാര്യങ്ങളിൽ നേതൃത്വം കൊടുക്കുന്ന ബഹുമാന്യനായ വ്യക്തി, അതുപോലെയുള്ള വിവിധ വ്യക്തിത്വങ്ങൾ നമ്മുടെ ഈ വേദിയിലുണ്ട്. എല്ലാവരുടെയും പേര് പറഞ്ഞുകൊണ്ട് ഈ സമയം കവർന്നെടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എല്ലാവരും ക്ഷമിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ ശബ്ദം ശ്രമിക്കുന്ന മുഴുവൻ ആളുകളെയും ഒറ്റവാക്കിൽ
ഈ സദസ്സിലേക്ക് ഹാർദവമായി സ്വാഗതം ആശംസിക്കുകയാണ്. പ്രത്യേകിച്ച് 8 കൊല്ലം ഇവിടെ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് പഠനം നടത്തി ഈ മേഖലയിൽ വിജയകരമായ മുന്നേറ്റം നടത്തിയ പ്രിയപ്പെട്ട വാസികളും തങ്ങൾക്ക് നിശ്ചയിക്കപ്പെട്ട 3 കൊല്ലം പോലും പൂർത്തിയാകുന്നതിന് മുമ്പ് ഇപ്പോൾ പൂർത്തിയാക്കിയ, ഇപ്പോഴും വിവിധ മേഖലകളിൽ തുടർ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഹാഫിദുകളും ഈ സദസ്സിൽ ഖിറാഅത്ത് നടത്തുന്ന അവരിൽ ഒരാളായ ബഹുമാനരായ സയ്യിദ് അഹമ്മദ് റാജിയാലി ശിഹാബ് തങ്ങളും ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളെയും, വട്ടക്കാരി മജീദ് സാഹിബ് ഉൾപ്പെടെയുള്ള ഉമറാക്കളെയും ഉലമാക്കളെയും സഹപ്രവർത്തകരെയും ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളെയും സഹോദരിമാരെയും ഒറ്റവാക്കിൽ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ സദസ്സിലെ ഇവിടെ യൂണിഫോം അണിഞ്ഞെത്തിയ വാസികളുടെയും ബിരുദദാന വേളയിൽ അണിഞ്ഞിരിക്കുന്ന യൂണിഫോം സ്പോൺസർ ചെയ്തിരിക്കുന്നത് അടുത്ത കാലത്ത് രൂപം കൊണ്ട ജിദ്ദയിലെ അക്കാദമി കമ്മിറ്റിയുടെ വകയാണ് എന്ന് സാന്ദർഭികമായി സൂചിപ്പിച്ചുകൊണ്ട് ഇതുപോലെ വിദേശങ്ങളിൽ ഒരുപാട് ആളുകൾ നമ്മളെ സഹായിക്കുന്നുണ്ട്. അവർക്കൊക്കെ വേണ്ടി ബഹുമാനരായ സയ്യിദ് അവர்களுം ഉസ്താദുമാരും ദുആ ചെയ്യണം എന്ന് കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അധ്യക്ഷ പദവിയിലേക്ക് ആദരണീയരായ ഉസ്താദിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇല്ലായ്മയുടെ നടുമുറ്റത്ത് പ്രതീക്ഷാനിർഭരമായ പ്രാർത്ഥനയോടെ തുറക്കം കുറിച്ചപ്പോഴും കടലിനക്കരെ ഭൂഖണ്ഡങ്ങൾക്കുമപ്പുറം മാമലനാടിന്റെ വൈജ്ഞാനിക ഗോപുരം ചർച്ചീഭവിക്കാൻ നിമിത്തമായി അഖിലലോക സത്താവിന്റെ അപാരമായ അനുഗ്രഹമായി നമ്മുടെ മഹാഭാഗ്യമായി പടച്ചതമ്പുരാൻ നമുക്ക് കനിഞ്ഞറിഞ്ഞ സ്വത്ത് മുസ്ലിം കേരളത്തിന്റെ ആത്മീയ തറവാട്ടിലെ ഭാവി പ്രതീക്ഷ ശംസുൽ ഉലമാ ഇസ്ലാമിക് അക്കാദമിയുടെ സ്നേഹപര്യജൻ സയ്യിദ് അഹമ്മദ് റാജി അലി ശിഹാബ് തങ്ങൾ ഈ നിറഞ്ഞ സദസ്സിൽ ഖിറാഅത്ത് നടത്തുന്നു. സാദരം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقالوا يا أيها الذي نزل عليه الذكر إنك لمجنون. لو ما تأتينا بالملائكة إن كنت من الصادقين. ما ننزل الملائكة إلا بالحق وما كانوا إذا نزلنا الذكر وإنا له لحافظون. ولقد أرسلنا
في شيع الأولين. صدق الله مولانا العلي العظيم. السلام عليكم ورحمة الله. പതിമൂന്നാം വാർഷിക രണ്ടാം സന്നദ്ധദാന സമാപന സമ്മേളനത്തിന്റെ ഒരു ഉദ്ഘാടന കർമ്മം നടക്കുകയും അതിന്റെ തൊട്ടു മുമ്പായി വിശുദ്ധമായ ജീവിത വിശുദ്ധികളുടെ നിശ്ചലമായ നേത്രപാഠനം കൊണ്ടും വയനാട്ടിലെ മുസ്ലിം ഉമ്മത്തിന്റെ ഹൃദയങ്ങളിൽ സ്ഥിരം നേടിയ ശൈഖുന KT അംസ ഉസ്താദിന്റെ ആദരിക്കലിനോടനുബന്ധമായുള്ള ഉപഹാര സമർപ്പണം മുസ്ലിം കേരളത്തിന്റെ ആത്മീയ നായകൻ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കുകയാണ്. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. സമാപന സമ്മേളനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം സ്ഥാപനത്തിന്റെ അഭിനന്ദനായ പ്രസിഡന്റ് കൂടിയായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കുന്നു. തങ്ങളെ സ്നേഹാദരങ്ങളോടുകൂടെ ക്ഷണിക്കുന്നു. ശ്രദ്ധിക്കുക, സ്റ്റേജിന്റെ വലതുഭാഗത്ത് കൂടി നിൽക്കുന്ന ആളുകൾ ദയവ് ചെയ്ത് മാറി നിൽക്കണമെന്നറിയിക്കുന്നു. മുസ്ലിയാർ അവരുടെ ബഹുമാന്യരായ കോട്ടുമല TM ബാബു മുസ്ലിയാർ, സയ്യിദ് മുഹമ്മദ് മുസാ, ബഹുമാന്യരായ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ഷയാംസ് കുമാർ MLA, ബിച്ചുക മുസ്ലിയാർ, സാദിഖ് അലി, അബ്ബാസ് അലി ഷിഹാബ്, റാഷിദ് അൻസാരി, ഇവിടുത്തെ മറ്റു ഉസ്താദുമാർ, ഉലമാക്കൾ, ഉമറാക്കൾ, അഹമ്മദ് റാജി അലി ഷിഹാബ്, മറ്റ് വിദ്യാർത്ഥികൾ, ഇതിൻ്റെ സംഘാടകർ, ഭാരവാഹികൾ, നാട്ടുകാർ, ഇതിനെ സഹായിക്കുന്ന നമ്മുടെ സുഹൃത്ത്, 13 വർഷക്കാലമായി നമ്മുടെ സ്ഥാപനം ഇവിടെ തുടക്കം കുറിച്ചത്. ആ കാലഘട്ടത്തിൽ വളരെയധികം പ്രയാസങ്ങളായിരുന്നു നമുക്കുണ്ടായിരുന്നു. കുട്ടികളെല്ലാം ഇങ്ങോട്ട് എത്തുമോ എന്നുള്ള ആശങ്ക കൂടി ഒന്നുണ്ടായിരുന്നു. പക്ഷേ ആ കാര്യങ്ങളെല്ലാം ഇവിടെ യാഥാർത്ഥ്യമായി മാറുകയും നമ്മുടെ ഈ മലനാടിന് വെള്ളി വെളിച്ചമായിക്കൊണ്ട് ഈ സ്ഥാപനം അന്നു മുതൽ ഇന്ന് വരെ ഇവിടെ പല നിരക്കും അനുഗ്രഹമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിന്റെ പേര് തന്നെ ശംസുൽ ഉലമ ഇസ്ലാമിക് അക്കാദമി. അപ്പോൾ ആ പേര് തീർച്ചയായിട്ടും എന്താണ് വിഭാവന ചെയ്യുന്നതെന്ന കാര്യം നാം പറയേണ്ടതില്ല. ഇൽമിന്റെ ആ പ്രകാശം, ആ അർത്ഥമാണ് നമുക്ക് ഈ അക്കാദമിക്ക് ലഭ്യമായത് എന്ന് പറയുമ്പോൾ തന്നെ വളരെയധികം അനുഗ്രഹമാണ്. ഇങ്ങനെയുള്ള ഈ സ്ഥാപനം അതിന്റെ പേരിൽ ഇവിടെ നട്ട് വളർത്തിക്കൊണ്ട് നമ്മുടെ നാട്ടിലുള്ള ആളുകളും മറ്റ് ജില്ലയിലുള്ള ആളുകളും അതുപോലെ തന്നെ പുറത്തുള്ള ഖത്തർ, അതുപോലെ മറ്റ് UAE എല്ലാ വിദേശത്തുള്ള ആളുകളും ഈ സ്ഥാപനത്തെ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഹാരിസ് ബക്ക പോയിരുന്നു, അതേപോലെ തന്നെ നമ്മുടെ ഇബ്രാഹിം ഫൈസിയും ഈ കാര്യത്തിന് വേണ്ടി എല്ലാം തന്നെ വളരെയധികം ത്യാഗം ചെയ്തുകൊണ്ട് പല നാടുകളിൽ പോയി
ഇതിനു വേണ്ടി ധാരാളം സഹായങ്ങൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തൊട്ടടുത്തുള്ള 30 സെന്റ് ഭൂമി അത് നമുക്കിവിടെ എടുക്കൽ നിർബന്ധമായി കഴിഞ്ഞിരിക്കുകയാണ്. അതിന് തീർച്ചയായിട്ടും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് വിനീതമായ സന്ദർഭത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അത് നമുക്ക് സഫലീകൃതമാക്കി തീർക്കുമാറാകട്ടെ പ്രാർത്ഥിക്കുകയും ചെയ്യാം. അതേപോലെ തന്നെ ഖത്തറിൽ ചെന്നപ്പോൾ നമ്മുടെ ഇബ്രാഹിം ഫൈസിയോട് പല ആളുകളും പ്രാർത്ഥിക്കുവാൻ വേണ്ടി പറയുകയുണ്ടായി. അവിടെ എല്ലാ ഹലാലായ മുറാദുകളെയും മനസ്സിലാക്കി കൊടുക്കുമാറാകട്ടെ, രോഗികൾക്ക് രോഗത്തെ അല്ലാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇങ്ങനെയുള്ള ഈ സ്ഥാപനം ഇവിടെ ഖുർആൻ എന്ന് പറയുമ്പോൾ തന്നെ ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമു, നിങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠർ ഖുർആൻ പഠിക്കുന്നവരും അതിനെ പഠിപ്പിക്കുന്നവരുമാണ് എന്ന് പറയുമ്പോൾ തന്നെ ഈ സ്ഥാപനത്തിന്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതേപോലെ തന്നെ സനദ് വാങ്ങിക്കൊണ്ട് നമ്മുടെ കുട്ടികൾ ഇന്ന് ഇവിടെ ആ യുവ പണ്ഡിതർ ഇവിടെ നിന്ന് പുറത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയുള്ള കുട്ടികളെല്ലാം തന്നെ പുറത്തിറങ്ങി പല വിദ്യാർത്ഥികളും പലയിടങ്ങളിലും ദർസിൽ അധ്യാപനം നടത്തിക്കൊണ്ടിരിക്കുന്ന മദ്രസകളാണ് എന്ന് പറയുമ്പോൾ നമുക്ക് അഭിമാനിക്കുവാൻ ഏറെയുണ്ട് എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെയെല്ലാം തന്നെ വിവിധ മേഖലകളിൽ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയ കുട്ടികൾ ഈ രാജ്യത്ത് സേവനങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ധാരാളം ആളുകൾ ഇതിനു വേണ്ടി സഹായിക്കുന്നു. തീർച്ചയായിട്ടും ഇത് ഓരോ വർഷം തോറും ഉയർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കെല്ലാം തന്നെ സനദ് നൽകുന്ന ഒരു പരിപാടി ഇന്നിവിടെയുണ്ട്. നീട്ടിപ്പരത്തി പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇതിനു മുമ്പ് നടന്ന ആ സംഘടനയിൽ ധാരാളമായി ഇതിനെപ്പറ്റി അതുപോലെ തന്നെ സംസുലമയെപ്പറ്റി നമ്മുടെ പിണങ്ങോട് പല ആളുകളും വിശദമായി സംസാരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതെല്ലാം തന്നെ നാം ശരിക്കും മനസ്സിലായിക്കൊണ്ട് ഈ സ്ഥാപനത്തിന്റെ മഹത്വം നിലനിർത്തുവാൻ എല്ലാവരും മുന്നോട്ട് വരണമെന്ന് വിനീതമായി ഈ സന്ദർഭത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ധാരാളം മഹൽ വ്യക്തിത്വങ്ങളാണ് ഈ വേദിയിലുള്ളത്. സാദാത്തുക്കളും ഉലമാക്കളും ഉമറാക്കളും സമസ്തകാര ജമിയത്തുൽ ഉലമയുടെ സാരഥികളും അതിന്റെ പോഷകഘടകങ്ങളുടെ എല്ലാ ആളുകളും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നുണ്ട്. അല്ലാഹു നമ്മുടെ എല്ലാവരുടെയും സന്ദേശങ്ങൾ പൂർത്തീകരിച്ച് പെരുമാറാകട്ടെ. ഈ സ്ഥാപനത്തിൽ പുറത്തു പോകുന്നവർക്ക് അവരുടെ മഹല്ലിൽ നല്ല രീതിയിലൂടെ തന്നെ ആ മഹല്ലിനെ നിയന്ത്രിക്കുവാനുള്ള കഴിവിനെ അല്ലാഹു നൽകുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്യം ഉച്ചരിച്ചുകൊണ്ട് ഈ മഹത്തായ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വേദിയിൽ അധ്യക്ഷ പ്രഭാഷണം നിർവഹിച്ചുകൊണ്ട് അഭിനന്ദനായ ഷെയ്ഖുനാ കെ.ടി. ഹംസ ഉസ്താദ് സംസാരിക്കുന്നു. സാദരം ക്ഷണിക്കുന്നു. ശ്രദ്ധിക്കുക, നമ്മുടെ സമ്മേളനത്തിന്റെ സ്നേഹോപഹാരമായ നിലാവ് 2016 സമ്മേളന ശോഭനീയം നമ്മൾ നഗരിയിൽ വിൽപ്പന കൊണ്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ നാനാതുറകളും പരാമർശിക്കുന്ന വളരെ പ്രൗഢമായ ഒരറിവിന്റെ കൂട്ടായ്മയാണ് നമ്മളുടെ സോവനീർ. 150 രൂപ മുഖവിലയുള്ള സോവനീർ 100 രൂപയ്ക്ക് സമ്മേളന നഗരിയിൽ വിൽക്കപ്പെടുന്നു. ഓരോ കോപ്പി കൈപ്പറ്റണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സാദാത്തുക്കളെ, പണ്ഡിതന്മാരെ, സഹോദര സഹോദരികളെ, വിദ്യാർത്ഥികളെ, നാം ഈ ഒരുമിച്ച് കൂടിയ സദസ്സ് അള്ളാഹു ഇഷ്ടപ്പെട്ട അവന്റെ സദസ്സുകളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പറയുകയുണ്ടായി അധ്യക്ഷന് 2 പ്രസംഗമുണ്ട് എന്ന്. അങ്ങനെ കുറെ പ്രസംഗിക്കാമായിരുന്നു. പക്ഷേ ദൂരെ നിന്ന് ഇവിടെ വന്നതായിരിക്കുന്ന പലരും സ്റ്റേജിലിരിക്കുന്നുണ്ട്. ആ നിലക്ക് ഇരട്ട പ്രസംഗമൊന്നും ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ 5 മണിക്ക് മുതൽ മഗ്‌രിബിന്റെ ബാങ്ക് കൊടുക്കുന്നവരെ അനുമോദന എന്നെ ആദരിക്കുന്ന ചടങ്ങായിരുന്നു. ആ ചടങ്ങിൽ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരും നേതാക്കളും എന്നെ പരിചയപ്പെടുത്തി സംസാരിക്കുകയുണ്ടായി. അവരെല്ലാം വളരെ പുകഴ്ത്തുകയുണ്ടായി. ഏതാവട്ടെ
ഞാൻ ആ സമയത്ത് മനസ്സിലാക്കുന്നത് ഇതെല്ലാം എൻ്റെ ഗുരുവന്മാരുടെ അവരിൽ നിന്ന് കിട്ടിയതായ ഒരനുഗ്രഹമാണ് എനിക്ക്. ബഹുമാനപ്പെട്ട ശംസുലരമ നബ്ബല്ലാഹു മർക്കദഹു, അതേ പ്രകാരം കണ്ണിയത്ത്, അതേ ബഹുമാനപ്പെട്ട കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ നബ്ബല്ലാഹു മർക്കദഹും, ബഹുമാനപ്പെട്ട ഉമർ അലി ശിഹാബ് തങ്ങൾ, മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ തുടങ്ങിയതായ അവരിൽ നിന്ന് കിട്ടിയതായിരിക്കുന്ന ഒരു അനുഗ്രഹമായിക്കൊണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാഹു തആല നിങ്ങൾ പ്രശംസിച്ചതായിരിക്കുന്ന ആ പ്രശംസയ്ക്ക് ഞാൻ അർഹനാണെങ്കിൽ അല്ലാഹു തആല അതിൻ്റെതായ നിരക്കുള്ള എല്ലാ പ്രതിഫലങ്ങളും എനിക്കും അവർക്കും നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സഹോദരങ്ങളെ, ബഹുമാന ശംസുലരമയുമായി ബന്ധപ്പെട്ട്, അതേപ്രകാരം ബഹുമാനപ്പെട്ട ഉമർ അലി തങ്ങളുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ ഈ വിഷയമായിട്ട് സമസ്തയുമായിട്ടും അതേപ്രകാരം ആത്മീയമായിരിക്കുന്ന പല കാര്യങ്ങളും മനസ്സിലാക്കാനും പഠിക്കാനും സാധിച്ചിട്ടുണ്ട്. അതെല്ലാം എനിക്ക് എൻ്റെ ജീവിതത്തിൽ വളരെയധികം പ്രചോദനം നൽകിയിട്ടുണ്ട്. അതോടുകൂടി ഭൗതികമായ എന്റെ കാര്യങ്ങൾക്ക് എന്നെ സഹായിച്ച കുടുംബങ്ങളും അതേപ്രകാരം നാട്ടുകാരും പലരുമുണ്ട്. അവരെല്ലാവരും ചെയ്ത അനുഗ്രഹങ്ങൾ ഞാൻ എപ്പോഴും ഓർക്കുകയാണ്. അതുകൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും അർഹമായ പ്രതിഫലം അള്ളാഹു നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുന്നു. പിന്നീട് മറ്റൊരു കാര്യം പറയാനുള്ളത്, ബഹുമാനപ്പെട്ട ഈ സ്ഥാപനത്തെ സംബന്ധിച്ച് സ്വാഗത പ്രസംഗത്തിൽ നിങ്ങളോട് പറയുകയുണ്ടായി. നമ്മുടെ ബഹുമാനപ്പെട്ട തങ്ങളവറുകളും നമ്മോട് പറയുകയുണ്ടായി, നമ്മുടെ ഇതിന് മുമ്പിലുണ്ടായിരിക്കുന്ന ഒരു 30 സെന്റ് സ്ഥലം സ്ഥാപനത്തിന് വേണ്ടി വാങ്ങിയതായിട്ട്. ഈ സ്ഥാപനം ഇവിടെ ഉണ്ടാക്കിയ അന്ന് മുതൽക്ക് തന്നെ നമ്മളെല്ലാവരെയും ആഗ്രഹമാണ് ആ സ്ഥലവും കൂടി നമുക്ക് കിട്ടണം എന്നുള്ളത്. ഈ സ്ഥാപനത്തിന് ഏറ്റവും ഉപകരിക്കുന്ന ഒരു സ്ഥലമാണ് ആ സ്ഥലം. ഇന്ന് പെണ്ണുങ്ങളൊക്കെ ഇരിക്കുന്നത് ഇപ്പോൾ അവിടെയാണ്. അതുകൊണ്ട് നമുക്ക് വളരെയധികം ഗുണങ്ങൾ കിട്ടാനുണ്ട്. അതുകൊണ്ട് ഈ സദസ്സിൽ അതിന് പറ്റാവുന്ന ആളുകളുണ്ട്. നിങ്ങളെല്ലാവരും ഈ വിഷയത്തിൽ മുൻകൈയെടുത്തുകൊണ്ട് പ്രവർത്തിക്കണം. അതേപ്രകാരം ഇവിടെ നമ്മുടെ വയനാടിനെ സംബന്ധിച്ചിടത്തോളം വയനാടിന് ഒരു പ്രത്യേകിച്ചൊരവസ്ഥയുണ്ട്. മുമ്പ് കാലങ്ങളിൽ നമ്മുടെ മലപ്പുറം ജില്ലയിൽ നിന്നും അതേപ്രകാരം കണ്ണൂർ, കാസർഗോഡ് ഭാഗത്തുനിന്ന് പണ്ഡിതന്മാർ വന്നുകൊണ്ടാണ് നമ്മുടെ വയനാട്ടിലുള്ള പള്ളികളും മദ്രസകളും പരിപോഷിച്ചിരുന്നത്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അവിടെ ഇമാമുമാരായിക്കൊണ്ടും ഖാദിമാരായിക്കൊണ്ടും മാലിന്യങ്ങളായും സേവനം ചെയ്തിരുന്നത്. ഇന്ന് അന്നിരക്കുള്ള യാതൊരു കയറ്റവും താഴ്ന്നും കൊണ്ടില്ലാത്ത അവസരത്തിൽ തീർച്ചയായിട്ടും ഇത്രയും മഹത്തായിരിക്കുന്ന ഈ സ്ഥാപനം നമുക്ക് വളരെയധികം ഉപകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇവിടുന്ന് പാസ്സാകാതിരിക്കുന്ന കുട്ടികളാണ് നമ്മുടെ വയനാട്ടിലുള്ള പല പള്ളികളിലും മദ്രസയിലും ജോലി ചെയ്യുന്നത്. അത് തീർച്ചയായിട്ടും നമുക്ക് നാം കോടികൾ മുടക്കിക്കൊണ്ട് പള്ളികളും മദ്രസകളും ഉണ്ടാക്കുമ്പോൾ ശരിക്കും ബാങ്ക് കൊടുക്കാനും അതേപ്രകാരം ഇമാമത്ത് നിൽക്കാനും പറ്റാത്ത ഒരു പോരായ്മ, ഒരു പരിമിതി ഇവിടെ ഉണ്ടായിരുന്നു. അതിനൊക്കെ ഒരു അളവോളം നമ്മുടെ അക്കാദമി നമുക്ക് പരിഹാരമായിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ സ്ഥാപനത്തെ സഹായിക്കാനും സഹകരിക്കാനും മുന്നോട്ട് വരണം. അല്ലാഹു പ്രവർത്തനം ഇരുലോകത്തും ഉപകരിക്കുന്ന സാരിയായ പ്രവർത്തനമായി സ്വീകരിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിങ്ങൾ ചെന്നതായിരിക്കുന്ന എന്റെ ഈ ആദരിക്കൽ ചടങ്ങിന് എല്ലാ നിലക്കുള്ള ആശംസകളും നൽകിക്കൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അടുത്തതായി വേദിയിൽ നടക്കുന്നത് സനബദാന ചടങ്ങാണ്. അതിന്റെ തൊട്ട് മുമ്പായി നിയോജക മണ്ഡലം MLA ശ്രേയംസ് കുമാർ അദ്ദേഹത്തിന് അനിവാര്യമായ ചില പരിപാടികളിൽ പങ്കെടുക്കേണ്ടതുള്ളതുകൊണ്ട് അഭിനന്ദനായ തങ്ങളവളുടെ പ്രത്യേക നിർദ്ദേശമുള്ളതുകൊണ്ട് അദ്ദേഹം സദസ്സിനെ അഭിമുഖീകരിക്കുകയും നമ്മൾ നേരത്തെ ബഹുമാന്യനായ സെക്രട്ടറി സൂചിപ്പിച്ച സ്ഥാപനത്തിനു വേണ്ടി ഇപ്പോൾ വാങ്ങിയ 1,15,000 രൂപ സെന്റിന് വില വരുന്ന 30 സെന്റ് ഭൂമിയുടെ കാര്യം ഓർമ്മപ്പെടുത്തുകയുണ്ടായി. ഒരു സെന്റ് ഭൂമിയുടെ വില ബഹുമാന്യനായ MLA ഓഫർ ചെയ്തിട്ടുണ്ട് എന്ന സന്തോഷം നിങ്ങൾ അറിയിക്കുക കൂടി ചെയ്യുകയാണ്. ഈ മഹത്തായ ചടങ്ങിന്റെ അധ്യക്ഷൻ ഏറ്റവും പ്രിയങ്കരനായ ഹംസ മുസ്ലിയാർ, ഉദ്ഘാടനം നിർവഹിച്ച ആരാധ്യനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ, സന്നദ്ധാന പ്രഭാഷണം നടത്തുന്ന ഏറ്റവും ആരാധിക്കുന്ന കൂട്ടുമല TM ബാപ്പു മുസ്ലിയാർ,
മുഖ്യപ്രഭാഷണം നടത്തുന്ന സയ്യിദ് മുഹമ്മദ് നിസാമി അടക്കമുള്ള വേദിയിലെ പണ്ഡിത ശ്രേഷ്ഠരെ, വേദിയിലെ മറ്റ് വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട വിശ്വാസികളെ, ആദ്യമായി പെട്ടെന്ന് എന്നെ വിളിച്ചതിനുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. കൂടുതലായിട്ടൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. 10 വർഷം മുമ്പ് ഞാൻ ആദ്യമായി ഇവിടെ വന്നപ്പോൾ ഈ സ്ഥാപനത്തെ, അന്നത്തെ സ്ഥാപനത്തിന് നല്ല ഓർമ്മ എനിക്കുണ്ട്. ഈ ബാക്കിൽ ചെറിയൊരു മുറിയും ചെറിയൊരു കെട്ടിടവുമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അത് ഈ നിലയിലെത്തിക്കാൻ വേണ്ടി സാധിച്ചത് വലിയ കാര്യം തന്നെയാണ്. മതപഠനത്തിനും അതുപോലെ തന്നെ ജീവിതത്തിലെ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നേറാനും കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ നമുക്ക് ആവശ്യമാണ്. ഇതിൽ നമ്മളുടെ ബഹുമാന്യായ ശ്രീ ഹംസ മുസ്ലിയാർ, അദ്ദേഹത്തിന്റെ നേതൃത്വം ഏറ്റവും വലിയ കാര്യമാണ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന് എനിക്ക് കുറേ വർഷങ്ങളായിട്ട് അറിയാം. പലപ്പോഴും ഈ സ്ഥാപനത്തിൽ വരുമ്പോഴും മറ്റ് സദസ്സുകളിലും വെച്ച് അദ്ദേഹത്തോട് ഇതിന് പല സംശയങ്ങളും ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുമുണ്ട്. അദ്ദേഹത്തിനെ ആദരിക്കുന്നൊരു ചടങ്ങ് കൂടിയാണിത്. ഈ മേഖലയിൽ മാത്രമല്ല, നാടിന്റെ വികസന കാര്യങ്ങളിലും വളരെ ശ്രദ്ധ ചെലുത്തുന്ന ഒരു മാന്യദേഹം കൂടിയാണ് അദ്ദേഹം. അത് അനുഭവം കൊണ്ടാണ് പറയുന്നത്. അദ്ദേഹം എന്നെ കൊണ്ട് ഒരു റോഡ് കൃത്യമായി അത് നല്ല രീതിയിൽ തന്നെ ചെയ്യിച്ചെടുക്കാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ സ്നേഹപൂർവമായ നിർബന്ധവും അതിന്റെ ആവശ്യവും മനസ്സിലാക്കിയ നാടിന്റെ വികസന പ്രവർത്തനങ്ങളും അദ്ദേഹം മുഴുകി എന്നത് പറയാൻ മാത്രമാണ് ഞാൻ ഈ അവസരം ഉപയോഗിച്ചത്. ഇന്നിവിടെ നൽകപ്പെടുന്ന എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു. കൂടുതലായിട്ടൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഈ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് ഞങ്ങളാവുന്ന എല്ലാ രീതിയിലുള്ള സഹായ സഹകരണം ഉണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ സംഭരിക്കുന്നു. നമസ്കാരം. എന്നതിന് ചരിത്രത്തിന്റെ അത്യപൂർവമായ ചില നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ്. മുസ്ലിം കേരളത്തിന്റെ ആത്മീയ തറവാട്ടിലെ അമരക്കാരൻ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ പരമപരിശുദ്ധമായ കരങ്ങളിൽ നിന്ന് 25 വാഫികളും 18ഓളം ഹാഫിളീങ്ങളും സനദേറ്റ് വാങ്ങുന്ന വയനാട് ജില്ലയുടെ അനുഗ്രഹീതമായ നിമിഷങ്ങൾ ഇതാ സമാഗതമാവുകയാണ്. പാണക്കാട്ട് കൊടപ്പനക്കൽ ആത്മീയ തറവാട്ടിലെ ആദ്യ ഹാഫിളിനെ കേരളീയ സമൂഹത്തിന് സമർപ്പിച്ച ചാരിതാർത്ഥ്യത്തോടുകൂടെ അഭിനന്ദനായ പിതാവ് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങളുടെ മഹനീയ സാന്നിധ്യത്തിൽ പിതൃസഹോദരനും മുസ്ലിം കേരളത്തിന്റെ അമരക്കാരനുമായ സഹീൽ ശിവങ്ങളിൽ നിന്നും പാണക്കാട്ട് സയ്യിദ് റാജിഹ് അലി ശിഹാബ് തങ്ങൾ സനദേറ്റ് വാങ്ങുന്ന ചരിത്രത്തിന്റെ അത്യപൂർവമായ നിമിഷം സമാഗതമാകുന്നു. റാജിഹ് അലി ശിഹാബ് തങ്ങൾക്ക് സനദ് നൽകുന്നതിനു വേണ്ടി സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളെയും ഏറ്റുവാങ്ങുന്നതിനു വേണ്ടി അൽ ഹാഫിൾ അഹ്മദ് റാജിഹ് അലി ശിഹാബ് തങ്ങളെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഫോട്ടോഗ്രാഫർ ഒരു മിനിറ്റ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. റാജിഹ് അലി ശിഹാബ് തങ്ങൾക്ക് സനദ് നൽകപ്പെട്ടു. ഇനി ആദ്യമായി വാഫി പണ്ട് വാഫി യുവപണ്ഡിതന്മാർക്കുള്ള സംവിധാനമാണ് ആദ്യമായി നടക്കുന്നത്. അതിനുശേഷം ഹിഫ്ള് വിദ്യാർത്ഥികൾക്ക് നൽകുന്നതാണ്. സ്റ്റേജിന്റെ ഈ ഭാഗത്തുകൂടെ വലതു ഭാഗത്തിലൂടെ ലൈനായി പേര് വിളിക്കുന്ന വിദ്യാർത്ഥികൾ വന്ന് ഇടതുഭാഗത്തിലൂടെ ഇറങ്ങേണ്ടതാണ്. പേര് വായിക്കപ്പെടുന്നവർ പെട്ടെന്ന് തന്നെ വരിക. അൽ-ആലിം അൽ-ഫാദിൽ അൽ-വാഫി അബ്ദുർ റഷീദ് ബിൻ അന്ത്രു വേട്ടിക്കമല.
അൽ-ആലിമുൽ ഫാദിൽ അൽ-വാഫി സുഹൈൽ ബിൻ ഹംസ അദ്ദാരിമി ചെന്നലോട്, മൗലവി ഫാദിൽ അൽ-വാഫി മുഹമ്മദ് അൻസാർ ബിൻ കുഞ്ഞിപ്പോക്കർ കൽപ്പറ്റ, അൽ-ആലിമുൽ ഫാദിൽ അൽ-വാഫി അബ്ബാസ് ബിൻ അബൂബക്കർ ചെന്നലോട്, അൽ-ആലിമുൽ ഫാദിൽ അൽ-വാഫി നൗഷാദ് ബിൻ അബൂബക്കർ പിണങ്ങോട്, അൽ-ആലിമുൽ ഫാദിൽ അൽ-വാഫി നൗഷീർ ബിൻ അലി വങ്ങപ്പള്ളി, അൽ-ആലിമുൽ ഫാദിൽ അൽ-വാഫി അൻഷാദ് ബിൻ ഹംസ കാവുമണ്ണം, അൽ-ആലിമുൽ ഫാദിൽ അൽ-വാഫി ഷൗക്കത്ത് ബിൻ അലി കാക്കവഴി, അൽ-ആലിമുൽ ഫാദിൽ അൽ-വാഫി മുഹമ്മദ് ഹാഷിം ബിൻ അലവി മുസ്ലിം അബൂബക്കർ ബിൻ മുഹീദ്ദീൻ കക്കുടകും, അൽ-ആലിമുൽ ഫാദിൽ അൽ-വാഫി ഷുഐബ് ബിൻ മുഹീദ്ദീൻ പനമരം, അൽ-ആലിമുൽ ഫാദിൽ അൽ-വാഫി അബ്ദുർ റാഷിദ് ബിൻ അബ്ദുറഹ്മാൻ പനമരം, അൽ-ആലിമുൽ ഫാദിൽ അൽ-വാഫി നൗഫൽ ബിൻ ഇബ്രാഹിം വെള്ളമുണ്ടം, അൽ-ആലിമുൽ ഫാദിൽ അൽ-വാഫി അബ്ദുർ റഊഫ് ബിൻ അബ്ദുൽ ഖാദിർ ആറുവാൾ, അൽ-ആലിമുൽ ഫാദിൽ അൽ-വാഫി മുഹമ്മദ് സാജിദ് ബിൻ മൈദു മുസ്ലിയാർ പള്ളിമുക്കിൽ, അൽ-ആലിമുൽ ഫാദിൽ അൽ-വാഫി അബ്ദുൽ നാസർ ബിൻ നൈമാർ മുഹമ്മദ് മുസ്ലിയാർ വടുവൻസാൽ, അൽ-ആലിമുൽ ഫാദിൽ അൽ-വാഫി സുഹൈർ അലി ബിൻ ഫോക്കർ നെല്ലാക്കോട്ട, അൽ-ആലിമുൽ ഫാദിൽ അൽ-വാഫി അഹ്മദ് നവാസ് ബിൻ മുഹമ്മദ് അൽ-ഫൈലി പെരിന്തൽമണ്ണ, അൽ-ആലിമുൽ ഫാദിൽ അൽ-വാഫി ഉനൈസ് അലി ബിൻ അബൂബക്കർ പെരുവണ, അൽ-ആലിമുൽ ഫാദിൽ അൽ-വാഫി ഇസ്മായിൽ ബിൻ അബ്ദുള്ള മുസ്ലിയാർ പടിഞ്ഞാറത്തറ, അൽ-ആലിമുൽ ഫാദിൽ അൽ-വാഫി ഉനൈസ് ബിൻ കുന്നു അബ്ദുള്ള മുസ്ലിയാർ ചുണ്ടയിൽ, അൽ-ആലിമുൽ ഫാദിൽ അൽ-വാഫി ജംഷീർ ബിൻ മുഹീദ്ദീൻ കണ്ണൂർ, അൽ-ആലിമുൽ ഫാദിൽ അൽ-വാഫി റാഷിദ് ബിൻ കുഞ്ഞുമൈദു അൽ-ആലിമുൽ ഫാദിൽ അൽ-വാഫി അബ്ദുറഹീം ബിൻ മുഹീദ്ദീൻ കണ്ണൂർ. ഇത്രയും വാഫികളാണ് അഡ്മിഷൻ നമ്പർ സാന്ദർഭികമായി സൂചിപ്പിക്കുന്നു. അൽ-ഹാഫിൾ അൽ-വാഫി ഷൗക്കത്ത് അലി ബിൻ അബ്ർ മടക്കിമല, അൽ-ഹാഫിൾ അലി അക്ബർ അൽ-ഹാഫിൾ മുഹമ്മദ് നഈമുദ്ദീൻ ബിൻ കുഞ്ഞു മുഹമ്മദ് അദ്ദാരിമി പൗദന മുത്താരിക്കുന്നു, അൽ-ഹാഫിൾ മുസൈഫുദ്ദീൻ ബിൻ മൈദു പുതുശ്ശേരിക്കടവൻ, അൽ-ഹാഫിൾ മുഹമ്മദ് റബീ ബിൻ റഫീഖ് അദ്ദാരിമി മുണ്ടക്കുറ്റി, അൽ-ഹാഫിൾ മുഹമ്മദ് അസ്ലം ബിൻ ഉസ്മാൻ വെള്ളമുണ്ട എട്ടേനാലിൽ, അൽ-ഹാഫിൾ മുഹമ്മദ് ഫാസിൽ ബിൻ മുഹമ്മദ് കമ്പളക്കാട് ഒന്നാം മൈൽ, അൽ-ഹാഫിൾ ജാഫർ ബിൻ അബൂബക്കർ കൊണ്ടോട്ടി, അൽ-ഹാഫിൾ മുഹമ്മദ് സാബിത്ത് ബിൻ അബ്ദുസലാം കക്കട്ടിൽ, അൽ-ഹാഫിൾ മുബശ്ശിർ ബിൻ മുഹമ്മദ് അൽ-ബാഖവി പൗദന മുത്താരിക്കുന്നു, അൽ-ഹാഫിൾ മുഹമ്മദ് ബിൻ അലവിക്കുട്ടി വടുവൻസാൽ, അൽ-ഹാഫിൾ സഞ്ജിദ് അലി ബിൻ അലി കമ്പളക്കാട്, അൽ-ഹാഫിൾ അർഷാദ് ബിൻ അബ്ദുള്ള അഞ്ചുകും. വേദിയിൽ സന്നിധാന പ്രഭാഷണം നടക്കുകയാണ്. അതിന് തൊട്ടു മുമ്പായി നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി വാങ്ങിയ സ്ഥലത്തിന്റെ ഫണ്ട് ബഹുമാന്യനായ പനന്തറ മുഹമ്മദ് സാഹിബ് ഒരു സെന്റ് സ്ഥലത്തിന്റെ ഫണ്ട് അഭിനന്ദനായ തങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. പനന്തറ മുഹമ്മദ് സാഹിബിനെ സാദരം ക്ഷണിക്കുന്നു. അതുപോലെ ഒരു സെന്റ് സ്ഥലത്തിന്റെ പൈസ ബഹുമാന്യനായ മൈദീൻകുട്ടി സാഹിബ് പണങ്ങോട്, ഇതിന്റെ ഒരു സെന്റിന്റെ പൈസ പുതിയോട്ടിൽ മുഹമ്മദ് ഹാജി,
സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അജയ്യനായ കേന്ദ്ര മുശാവറാംഗവും പ്രഗത്ഭ പണ്ഡിതനുമായ ഉസ്താദ് മോസക്കോയ ഉസ്താദ് രചിച്ച ജംഉൽ ഫറായിദ് എന്ന ഗ്രന്ഥത്തിന്റെ പ്രകാശന കർമ്മം അഭിനന്ദനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കുന്നു. ഏറ്റുവാങ്ങുന്നത് മക്ക SYS പ്രസിഡന്റ് ബഹുമാന്യനായ ഓമാനൂർ അബ്ദുറഹ്മാൻ സാഹിബ് തങ്ങളെയും അബ്ദുറഹ്മാൻ സാഹിബിനെയും സാദരം ക്ഷണിക്കുന്നു. സ്ഥാപനത്തിലെ വിദ്യാർത്ഥി വിങ്ങായ സിയാസ പുറത്തിറക്കിയ വാർഷിക സപ്ലിമെന്റ് പ്രതിധ്വനി അബ്ദുറഹ്മാൻ മാസ്റ്റർ കൽപ്പകഞ്ചേരിക്ക് നൽകി ബഹുമാനപ്പെട്ട തങ്ങൾ പ്രകാശനം നിർവഹിക്കുന്നു. സാദരം ക്ഷണിക്കുന്നു. സ്ഥാപനത്തിലെ പൂർവ്വ വിദ്യാർത്ഥി ആസിഫ് വാഫി റിപ്പൺ രചിച്ച സിയാസ പ്രസിദ്ധീകരിക്കുന്ന വെള്ളിയാഴ്ച പ്രഭാഷണങ്ങൾ എന്ന കൃതി PA ആലിഹാജിക്ക് നൽകി സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ പ്രകാശനം ചെയ്യുന്നു. ആലിഹാജിയെയും തങ്ങളെയും സാദരം ക്ഷണിക്കുന്നു. അടുത്തതായി വേദിയിൽ ലോഞ്ചിംഗ് നടക്കുകയാണ്. ഫോൺ ഡയറക്ടറിയുടെ ലോഞ്ചിംഗ് നടക്കുകയാണ്. സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ സനദദാന പ്രഭാഷണം നടക്കുകയാണ്. പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ആരംഭം കുറിച്ച മഹത്തായ സ്ഥാപനമാണ് ഷംസുൽ ഉലമ ഇസ്ലാമിക് അക്കാദമി. ഇന്ന് വയനാട് ജില്ലയുടെ അഭിമാനമായി അത് വളർന്നിരിക്കുകയാണ്. കേരളീയ മുസ്ലിം ഉമ്മത്തിന് മതപരമായ വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനമായ കാരണം നമുക്കൊക്കെ തന്നെ അറിയാം. ഇവിടുത്തെ ഇൽമിന്റെ പരിപോഷണത്തിന് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളാണ്. ലോകത്തെവിടെയും ഇല്ലാത്ത വിധത്തിൽ കേരളത്തിൽ ഈ പ്രവർത്തനം വളരെ ശക്തമായ നിലക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലൊരു വലിയ പങ്കാണ് യഥാർത്ഥത്തിൽ ഷംസുൽ ഉലമ ഇസ്ലാമിക് അക്കാദമി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതും നമുക്ക് ഒരിക്കലും തന്നെ മറക്കാൻ കഴിയില്ല. ഇവിടെ ഇന്ന് പുറത്തിറങ്ങിയ യുവപണ്ഡിതന്മാർ ഈ സമുദായത്തിന്റെ അഭിമാനമായി സമുദായത്തിന് നേരായ മാർഗത്തിലൂടെ ദീനിന്റെ സേവനം നിർവഹിച്ചു കൊടുക്കാൻ പ്രാപ്തരായ പണ്ഡിതന്മാരായി ഇവിടെ നിന്ന് മഹാനായ തങ്ങളിൽ നിന്ന് അവർ സനദ് ഏറ്റുവാങ്ങി പുറത്തിറങ്ങിക്കുകയാണ്. വിശുദ്ധമായ അല്ലാഹുവിന്റെ ദീന് ഈ ലോകത്ത് നിലനിർത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നത് പണ്ഡിതന്മാരാണ് എന്ന യാഥാർത്ഥ്യം നമുക്കൊക്കെ അറിയുന്ന കാര്യം. പൂർവിക സമുദായങ്ങളിലൊക്കെ പ്രവാചകന്മാരെ നിയോഗിക്കപ്പെട്ടിരുന്നെങ്കിൽ ഈ സമുദായത്തിൽ ഇനി പ്രവാചകൻ നിശ്ചയിക്കപ്പെടാനില്ല. മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
അന്ത്യപ്രവാചകനായി ഈ സമുദായത്തിലേക്ക് നിയോഗിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇനി മറ്റൊരു പ്രവാചകൻ വരില്ല. ആ പ്രവാചകനെ പ്രതീക്ഷിച്ച് ആരും ഇരിക്കണ്ട എന്ന് വളരെ വ്യക്തമായി മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ നമ്മളെ പഠിപ്പിച്ചു. ലാ നബിയ്യ ബഅദി, എന്റെ ശേഷം ഇനി പ്രവാചകന്മാരെ കാത്തിരിക്കേണ്ട, ഒരു പ്രവാചകനും ഇനി വരില്ല. കാരണം എന്തുകൊണ്ട്? നബിയും അമ്പിയാക്കന്മാരുടെ പ്രവാചകന്മാരുടെ പരമ്പര എന്നെ കൊണ്ട് അല്ലാഹു അവസാനിപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ അവരുടെ ദൗത്യം എന്തായിരുന്നു? ഇവിടെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ പ്രബോധനത്തിന്, ആ ദീൻ ഇവിടെ നിലനിർത്തിപ്പോരുന്ന പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായി ബഹുമാനപ്പെട്ട അമ്പിയാക്കന്മാർ ഇവിടെ ജീവിച്ചിട്ടുണ്ട് എന്നത് ചരിത്രം നമുക്കൊക്കെ അറിയുന്നത്. ആ മഹാന്മാരുടെ കാലഘട്ടം ഓരോന്നും പരിശോധിച്ചാൽ പരിശുദ്ധമായ ദീനിനു വേണ്ടി അവരൊക്കെ ഇവിടെ നിലകൊണ്ടിട്ടുള്ളത് എന്താണ് എന്ന് നമുക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് 1.25 ലക്ഷത്തോളം വരുന്ന പ്രവാചകന്മാരെ മനുഷ്യ സമൂഹത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചത്. അവരുടെ വലിയ ദൗത്യം അവര് ഓരോ കാലഘട്ടങ്ങളിലും ഓരോ വിഭാഗങ്ങളിലും ഓരോ പ്രദേശങ്ങളിലുമൊക്കെ നിർവഹിച്ചുകൊണ്ടേയിരുന്നു. ഇനി അവരുടെ ആ ഒരു പ്രവർത്തനത്തിന്റെ എന്തെങ്കിലും അതിനൊരു തളർച്ച പിന്നീട് വന്നേക്കുമോ അപ്പോഴൊക്കെ തന്നെ അല്ലാഹു മറ്റൊരു പ്രവാചകനെ വീണ്ടും പറഞ്ഞയക്കുകയായിരുന്നു. അപ്പൊ പ്രവാചകന്മാരുടെ സാന്ദർഭികമായ അവരുടെ വരവ് തന്നെയാണ് ഈ പരിശുദ്ധ ദീനിനെ ഈ ലോകത്ത് നിലനിർത്തിയിട്ടുള്ളത് എന്ന് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിന്ന് ഭൂമി ലോകത്തേക്ക് അല്ലാഹു നിയോഗിച്ചിറക്കിയപ്പോൾ തന്നെ അല്ലാഹു നൽകിയതാണല്ലോ പരിശുദ്ധമായ ദീൻ. അവിടുന്ന് മഹാനായ ആദം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പറഞ്ഞു, ഫഇമ്മാ യഅ്തിയന്നകും മിന്നീ ഹുദൻ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. നിങ്ങൾക്ക് എന്നിൽ നിന്നും പരിശുദ്ധമായ ഒരു മാർഗം ലഭിക്കാൻ പോവുകയാണ്. എന്നിൽ നിന്നും നിങ്ങൾക്ക് ആ മാർഗം അടുത്ത് കിട്ടും. ഭൂമിയിലേക്ക് നിങ്ങൾ ഇറങ്ങി ഇവിടെ ജീവിക്കേണ്ട ജീവിതം ഇവിടെ എങ്ങനെയാകണം എന്നതിന്റെ വ്യക്തമായ മാർഗങ്ങളൊക്കെ തന്നെ വളരെ വസ്തുനിഷ്ഠമായി വിവരിക്കുന്ന പരിശുദ്ധമായ അല്ലാഹുവിന്റെ ദീൻ അതിന് നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ്. അത് സ്വീകരിച്ച് അത് അനുസരിച്ച് ഇവിടെ ജീവിക്കുന്നവർക്ക് യാതൊരു വിധത്തിലുള്ള പരാജയവും സംഭവിക്കില്ല. അവര് വളരെ സന്തോഷത്തോടെ അവരൊക്കെയും തന്നെ അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന്റെ അവകാശികളായി മാറുമെന്ന് വിശുദ്ധമായ വാക്കിലൂടെ അല്ലാഹു മഹാനായ ആദം നബി അലൈഹിസ്സലാമിനെ അറിയിച്ചു. അതിനനുസരിച്ചുകൊണ്ട് തന്നെയാണ് പിന്നീട് ഇവിടെ ഉണ്ടായത്. ആദം നബി അലൈഹിസ്സലാമിന്റെ കയ്യിൽ കിട്ടിയ പരിശുദ്ധമായ ദീന് അതിനുശേഷം വന്ന ഓരോ തലമുറയിലെയും ഓരോ കാലഘട്ടങ്ങളിലെയും പ്രവാചകന്മാര് ആ മഹത്തായ ദീനിന്റെ പ്രബോധനമാണ് ഇവിടെ നിർവഹിച്ചു പോന്നിട്ടുള്ളത്. എന്നാൽ അതുകൊണ്ട് തന്നെ ആ കാലഘട്ടങ്ങളിലൊക്കെയും അല്ലാഹുവിന്റെ ദീനിനെ ഓരോ സന്ദർഭത്തിലും ഓരോ സ്ഥലത്തും ഓരോ സമുദായത്തിലും വേണ്ട വിധത്തിൽ അതിന്റെ പ്രവർത്തനങ്ങൾ ആ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ട്. പക്ഷേ പിന്നീടുള്ള ചരിത്രമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ പൂർവീക സമുദായങ്ങളുടെ ചരിത്രം അഭിനന്ദിച്ചു. ആ പ്രവാചകന്മാർക്ക് അനന്തികളായ ആളുകൾ ഉണ്ടായില്ല എന്നതാണ് അവരുടെ ചരിത്രം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ പ്രവാചകന്മാരുടെ അനന്തരഗാമികളായ ആളുകൾ ആ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി ഇവിടെ ജീവിക്കേണ്ടുന്ന അതിന്റെ അവകാശികളാകുന്ന ആളുകൾ പിന്നീട് വന്നില്ല ഇവിടെ. അതുകൊണ്ട് അവരുടെ ദീനുകളൊക്കെയും താറുമാറായി. അവരുടെ പരിശുദ്ധമായ ആ മാർഗം ആ സമുദായത്തിന്റെ കയ്യിൽ നിന്ന് കൈമോശം വന്നുപോയി. ഈ ഒരു അവസ്ഥ പൂർവീക സമുദായങ്ങളുടെ ചരിത്രത്തിൽ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചതുകൊണ്ട്
അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, എന്നാൽ അതിനൊക്കെ തന്നെ ഒരു പരിഹാരമുണ്ടായിരുന്നത് അങ്ങനെയുള്ളൊരവസ്ഥ വരുമ്പോൾ വീണ്ടും അള്ളാഹു പ്രവാചകന്മാരയക്കും. അവർ വന്നുകൊണ്ട് വീണ്ടും ആ പരിശുദ്ധമായ ദീനിന്റെ പ്രബോധനം നിർവഹിക്കും. അങ്ങനെ നടത്തിപ്പോന്നിരുന്നത് കൊണ്ട് ഓരോ കാലത്തും അള്ളാഹുവിന്റെ പ്രവാചകന്മാരുടെ പ്രവർത്തനം ഇവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഇനി ഈ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ഒരു അവസ്ഥ ഇനി ഈ സമുദായത്തിൽ വരാനില്ല. എന്റെ ശേഷം ഇനി നബിമാരുണ്ടാകില്ല. എന്നാൽ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ അത് ഈ ലോകത്ത് നിലനിൽക്കണമെങ്കിൽ അതിന്റെ പ്രബോധകന്മാര്, അതിന്റെ പ്രചരണക്കാര്, ഈ അമ്പിയാക്കന്മാരുടെ ദൗത്യം ഏറ്റെടുക്കുന്നവര് ഈ സമുദായത്തിലുണ്ടാകണം. അവരെ ഉണ്ടാക്കൽ നിർബന്ധമാണ്. എന്നാൽ മാത്രമേ അള്ളാഹുവിന്റെ ദീൻ ഇവിടെ മുസ്ലിം ഉമ്മത്തിന്റെ കയ്യിൽ ഉണ്ടാവുകയുള്ളൂ. അത് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് വളരെ വ്യക്തമായി ഉമ്മത്തിനെ ധൈര്യപ്പെടുത്തി. മാത്രവുമല്ല, അതിന്റെ ഏറ്റവും വലിയൊരു വഴി മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുടങ്ങി. കാരണം ദീനിന് അതിന്റെ ആത്മാവാകുന്ന ഇൽമാണ്. ഇൽമുണ്ടായാൽ മാത്രമേ ദീന്, ജീവസുറ്റ ദീൻ ഇവിടെ ഉണ്ടാവുകയുള്ളൂ. ആ ഇൽമ് ഇവിടെ വേണം, ഇൽമിന്റെ ആളുകൾ ഇവിടെ വേണം, ആ ഇൽമിന്റെ പ്രചരണങ്ങളും പ്രവർത്തനങ്ങളും ഇവിടെ ഉണ്ടാകണം. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അത് തുടങ്ങി. ആ തുടങ്ങിവെച്ച മഹത്തായ ആ ഒരു പാരമ്പര്യം ഈ സമുദായത്തിൽ കാലാകാലങ്ങളായി ഇവിടെ നിലനിന്നു വരികയാണ്. 1500 വർഷക്കാലത്തെ പാലപ്പഴക്കം ഇസ്ലാമിന് വന്നിട്ടുണ്ടെങ്കിലും ഇസ്ലാം ഇന്ന് നൂതനമായ പ്രവാചകന്റെ ആ കയ്യിൽ നിന്നും ഏറ്റുവാങ്ങിയ അസന്ദർഭത്തിൽ എങ്ങനെയായിരുന്നു ആ പരിശുദ്ധ ദീനെങ്കിൽ അതുപോലെ ഇന്നും നമ്മളുടെ കൈ നിശ്ചിതം നിലനിന്നുണ്ട്. അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെടാൻ പറ്റുന്ന മഹത്തുക്കളായ പണ്ഡിതന്മാർ ഓരോ കാലത്തും സമുദായത്തിൽ ഉണ്ടായിക്കൊണ്ടിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞല്ലോ, ഉലമാക്കൾ എന്ന് പറഞ്ഞാൽ ആരാണ്? അവർ വറസത്തുൽ അംബിയാ, അമ്പിയാക്കന്മാരുടെ അനന്തരാഗാമികളാണ്. അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശികളാണ് ഉലമാക്കൾ. എന്താണ് അനന്തരം അവർക്ക് ലഭിച്ചത്? ഈ അമ്പിയാക്കളിൽ നിന്നും അവർക്ക് ലഭിച്ച അനന്തര സ്വത്ത് എന്താണ്? ലം യുവരിസു ദീനാറും വലാ ദിർഹമൻ. അവർ സാധാരണ അനന്തര സ്വത്ത് എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ഈ സമ്പത്താണ്, അത് ദീനാറും ദിർഹമുമാണ്. പക്ഷേ അമ്പിയാക്കന്മാരുടെ ഇന്നമാ വറസുൽ ഇൽമ, അവര് ഇൽമിനെയാണ് ഈ പണ്ഡിതന്മാർക്ക് അവർ അനന്തരമായി കൊടുത്തിരിക്കുന്നത്. ആ ഒരു അനന്തര സ്വത്ത് ഏറ്റുവാങ്ങി ബഹുമാനപ്പെട്ട ഉലമാക്കൾ ഈ സമുദായം എല്ലാവരും ഉണ്ടുകൊണ്ട് ദീനിനൊരു അപകടവും സംഭവിക്കാതെ അതിവിടെ കേടുമില്ലാതെ മുസ്ലിം സമുദായത്തിൽ ഇന്നും സുരക്ഷിതമായി നിലനിൽക്കുക. പദമഹത്തായ ആർക്കെങ്കിലും ഖൈറൻ കസീറാണ്, ഒരു ഖൈറൊന്നല്ല, കസീറായ ഖൈറ് അവർക്ക് നൽകപ്പെട്ടു, അവർക്ക് ലഭിക്കും. അപ്പൊ അത്രയും വലിയ ഒരു പുണ്യമാണ് പരിശുദ്ധമായ ഈ ദീനിന്റെ ആത്മാവാകുന്ന ഇൽമ്. അത് ലഭിക്കുന്നവര് അങ്ങനെയുള്ള ഉന്നതന്മാരാണ്. ആ മഹത്തായ കർമ്മത്തിലേക്ക് ആ പരിശുദ്ധ ദീനിന്റെ അറിവ് സമ്പാദിച്ചുകൊണ്ട് ഇവിടെ നിന്ന് ഈ സ്ഥാപനത്തിൽ നിന്നും പുറത്തിറങ്ങുന്ന യുവ പണ്ഡിതന്മാരാണ് ഇന്നിവിടെ നിന്ന് സനത് വാങ്ങിയിരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള ഉത്തരവാദിത്വം എന്താണ്? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പരിശുദ്ധ ദീനിന്റെ നിലനിൽപ്പിനാവശ്യമായ അതിന്റെ കാവൽക്കാരായി എന്നും നിലകൊള്ളേണ്ടുന്നവരാണ് ഈ ഉലമാക്കൾ. അവരുടെ ആ ഒരു ധീരമായ നിലപാടിലൂടെ പോയാൽ മാത്രമേ പരിശുദ്ധ ദീൻ ഇവിടെ നിലനിൽക്കുകയുള്ളൂ. അതിന് പറ്റുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളായിരിക്കണം ഈ പണ്ഡിതന്മാരിൽ നിന്നുണ്ടാകേണ്ടത്. കാരണം അവർക്ക് അറിവ് സമ്പാദിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഈ നിലക്കൊക്കെയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് ഈ സമുദായം അവരെ ഏറ്റെടുത്തുകൊണ്ട് അവരെ പണ്ഡിതന്മാരാക്കിയിട്ടുണ്ടെങ്കിൽ
അവരാ പാണ്ഡിത്യം നഷ്ടപ്പെടുന്ന വിധത്തിൽ ഇൽമുമായുള്ള പ്രവർത്തനത്തിൽ നിന്നും മാറിക്കൊണ്ടുള്ള ഒരു പോക്കുണ്ടാകാൻ പാടില്ല എന്നതാണ്. അവരുടെ ജീവിതം ആ ഇൽമിൽ തന്നെയാവണം. റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവിടുത്തെ ലോകപ്രസിദ്ധമായ അവിടുത്തെ ഗ്രന്ഥമാകുന്ന മിൻഹാജിന്റെ തലഭാഗത്ത് തന്നെ പറയുന്നത് എന്താണ്? ഇന്നൽ ഇസ്തിഗാല ബിൽ ഇൽമി മിൻ അഫ്ളലി ത്വാഅതി വഔലാ മാ ഉൻഫിഖതു ഫീഹി നഫായിസുൽ ഔഖാത്ത്. ഇൽമുമായി ശുഗലാകാൻ സാധിക്കുക എന്ന് പറഞ്ഞത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ആരാധനയാണ്. അത് മാത്രവുമല്ല, നമ്മളുടെ വിലപ്പെട്ട സമയം ചെലവഴിക്കുന്നതിലെ ഏറ്റവും മുഖ്യമായ ഏറ്റവും മഹത്വമുള്ള ഒരു കാര്യവും കൂടിയാണ് ആ ഇൽമു കൊണ്ട് ശുഗലാകൽ. അപ്പൊ ആ ഇൽമുമായി ശുഗലായിക്കൊണ്ടിരിക്കണം നമ്മൾ. അതേത് സമയത്തും ജീവിതം മുഴുവനും അതിനുവേണ്ടി നമുക്ക് സമർപ്പിക്കാൻ കഴിയണം. നമ്മളുടെ ജീവിതമൊക്കെ ഇൽമു കിട്ടിക്കഴിഞ്ഞാൽ ആ കിട്ടിയ അറിവ് അത് നഷ്ടപ്പെടുന്ന വിധത്തിൽ അതുമായൊരു ബന്ധവുമില്ലാതെ, അതുമായുള്ള ഒരു പ്രവർത്തനവുമില്ലാതെ, അതിന്റെ മുമാറസത്തൊക്കെ ഇല്ലാതെയായിക്കൊണ്ട് ആ പഠിച്ച അറിവുകൾ മുഴുവനും ഇല്ലാതെയായി പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്താൻ പാടില്ല. അത് വലിയ കുറ്റമാണ്. ആ പഠിച്ച അറിവുകൾ നഷ്ടപ്പെട്ടു പോകും വിധത്തിൽ ഇൽമുമായി ബന്ധപ്പെടാത്ത ഒരു ജീവിതം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ തെറ്റാണ്, ഏറ്റവും വലിയ കുറ്റമാണ്. ഈ സമുദായത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ പാതകമാണ്. അതുകൊണ്ട് ഇവിടെ നിന്നും പുറത്തിറങ്ങുന്ന യുവ പണ്ഡിതന്മാരോട് പറയാനുള്ളത്, നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ പ്രായത്തിനനുസരിച്ച് നിങ്ങൾക്കിപ്പോൾ ഇവിടെ നിന്നും കിട്ടിയതായ ഈ അംഗീകാരം, ഇതൊരു അംഗീകാരമാണ്. ഇവിടുത്തെ സനത് എന്ന് പറയുന്നത് അംഗീകാരം. സമുദായത്തിന്റെ മുന്നിൽ നിങ്ങൾക്കൊക്കെ ഒരു സാക്ഷ്യപത്രം ബഹുമാനപ്പെട്ട തങ്ങളിൽ നിന്നും ഏറ്റുവാങ്ങാൻ സാധിച്ചു. ഇതൊക്കെ സമുദായം കാണുകയാണ്. അവർക്ക് കിട്ടിയ അവരുടെ ഈ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടിയത് അവരൊക്കെയും തന്നെ ആസ്വദിക്കുകയും അതിലൊക്കെയും അവർ പങ്കുചേരുകയുമാണ്. എന്നാൽ അതിനനുസരിച്ചുകൊണ്ട് സമുദായത്തോട് നമ്മൾ ചെയ്യേണ്ടുന്ന കടപ്പാടുകൾ നിർവഹിച്ചേ പറ്റൂ. നമ്മൾ ചെയ്യേണ്ടുന്ന കടപ്പാട് അതെന്താണ്? അത് അവര് നമ്മളിൽ നിന്ന് എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് നമ്മളിൽ നിന്നുണ്ടാവണം. അവരവരുടെ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് അവരുടെ കുടുംബത്തിന്റെ കാര്യത്തിൽ പോലും ശ്രദ്ധിക്കാതെ ഈ മഹത്തായ സ്ഥാപനത്തിനെയും ഈ സ്ഥാപനത്തിൽ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന മുത്തഅല്ലിമീങ്ങളെയും കാര്യങ്ങൾ ഏറ്റെടുക്കുമ്പോൾ അവര് എന്തൊരു പ്രതീക്ഷയാണോ നമ്മളിൽ നിന്ന് അവർ കണക്കാക്കിയിട്ടുള്ളത്. അവർ ഈ ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി നമുക്കൊക്കെ ആലിമാകാൻ കഴിഞ്ഞിട്ടില്ല, മുത്തഅല്ലിമാകാൻ കഴിഞ്ഞിട്ടില്ല, ഇൽമിനുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ നമ്മൾ ഒരു മുഹിബ്ബുൽ ഇൽമെങ്കിലും ആകണം എന്ന ആഗ്രഹത്തോടുകൂടിയാണ് ഇതുപോലുള്ള സ്ഥാപനങ്ങളെയൊക്കെ അവരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞല്ലോ, കുൻ ആലിമൻ ഔ മുതഅല്ലിമൻ ഔ മുസ്തമിയൻ ഔ മുഹിബ്ബൻ വലാ തകുൻ ഖാമിസ. ഈ ഉമ്മത്തിന് 4 വിഭാഗമേ പാടുള്ളൂ. ആ 4 വിഭാഗത്തിൽ ഒന്നാം സ്ഥാനത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ എണ്ണിയത് പണ്ഡിതനെയാണ്. നീ പണ്ഡിതനാകണം, അല്ലെങ്കിൽ നീ പഠിക്കുന്ന വിദ്യാർത്ഥിയെന്നാകണം. അതിനും സാധ്യമല്ലെങ്കിൽ ഇൽമിനെ കേട്ട് മനസ്സിലാക്കുന്നവനാകണം. അതിനും അവസരം ലഭിക്കാതെ വന്നാൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നത് ഔ മുഹിബ്ബ, എന്നാൽ നീ ഇൽമിനെ സ്നേഹിക്കുന്നവനാണ്. ഈ ഇൽമിനെ സ്നേഹിക്കുക എന്നത് ഇന്ന് ഈ സമുദായത്തിലെ ഇത്തരം പ്രവർത്തനങ്ങളിലൂടെയൊക്കെ സമുദായം ഏറ്റെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരൊരു വലിയ പുണ്യമായ കർമ്മമാണ് അവർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അത് നമുക്ക് വേണ്ടിയാണ്, നമ്മൾ ഈ അവസ്ഥയിലേക്ക് എത്താൻ വേണ്ടിയാണ്. അതവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനോടുള്ള ഒരു കടപ്പാട് നമുക്ക് നമ്മളുടെ ഭാഗത്ത് നിന്ന് തിരിച്ച് സമുദായത്തിലേക്ക് കിട്ടണം, അവർക്കും കിട്ടണം. അതെന്താണത്? അത് ഈ പറഞ്ഞ പ്രകാരത്തിൽ ഈ ഇൽമിന്റെ പ്രവർത്തനത്തിൽ ഈ ദീനിന്റെ പ്രബോധനത്തിൽ ഒക്കെ തന്നെ നമ്മൾ നമ്മളുടെ കാലം മുഴുവനും ചെലവഴിച്ചുകൊണ്ട് ഈ ചെയ്ത കാര്യത്തിന്റെ ഗുണം, അതിന്റെ സമർത്ഥി ഇവിടെ കാണിച്ചു കൊടുക്കണം. അവർ ചെയ്തതിന്റെ ആ കായ് ഫലങ്ങൾ ഇതാ. ഇപ്പൊ 25 യുവ പണ്ഡിതന്മാരിവിടുന്ന് പുറത്തിറങ്ങി. ഇവരൊക്കെയും തന്നെ അവർക്കുള്ള ഒരു സന്തോഷത്തിന്റെ അഭിമാനത്തിന്റെ ഭാഗമാണ്. അവർ സന്തോഷിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, ഈ സ്ഥാപനത്തിൽ നിന്നും ഇതാ യുവ പണ്ഡിതന്മാരായ 25 പേര് പുറത്തിറങ്ങിയിരിക്കുന്നു. അവർ ഈ സമുദായത്തിന്റെ ദീനീ മേഖലയിൽ വിവിധ മേഖലകളിലായി അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അങ്ങനത്തെ ഒരു സന്തോഷം അവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിലനിർത്താൻ നമ്മളുടെ പ്രവർത്തനങ്ങളൊക്കെ
അതിനനുസരിച്ചുകൊണ്ട് തന്നെ ആകണം എന്ന് പ്രത്യേകമായി ഞാനിവിടെ ഉണർത്തുകയാണ്. ഇന്നിപ്പോ സനതൊക്കെ വാങ്ങിയ പല ആളുകളും സനത് വാങ്ങി കുറച്ചു കാലമൊക്കെ പള്ളിയിലും മദ്രസയിലൊക്കെ നിൽക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്ഥാപനങ്ങളിൽ നിൽക്കും. കുറച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു രംഗം വിടുക, വലിയ മേഖലയിൽ നിന്ന് പിന്മാറുകയാണ്. അങ്ങനെ പോയി പല ദുന്യവിയായ കറവുകൾക്ക് വേണ്ടി അവർ മറ്റ് മാർഗങ്ങൾ സ്വീകരിച്ചു പോകുന്ന ഒരു ദുരന്തം സമുദായത്തിൽ വല്ലാതെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ആളുകളില്ല, പള്ളിയിൽ നിൽക്കാൻ ആളില്ല, മദ്രസയിലേക്ക് മുഅല്ലിമീങ്ങളില്ല, മദ്രസയിലേക്ക് ഉസ്താദന്മാരില്ല, സ്ഥാപനങ്ങളിലേക്ക് ആളുകളില്ല. ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോ ഇവിടെ ആയിരക്കണക്കിന് പണ്ഡിതന്മാര് ഓരോ വർഷവും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാരൊക്കെ ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്നും പോന്നാൽ അവരവരുടെ ആ ഉത്തരവാദിത്ത ബോധം അവർക്ക് ഉണ്ടെങ്കിൽ അവർ ഈ കാര്യങ്ങൾ നിർവഹിക്കാൻ തയ്യാറാകും. അതുണ്ടായാൽ ഒരിക്കലും സമുദായത്തിന് ഈ ഒരു കാര്യത്തിൽ ഒരു ദാരിദ്ര്യവും ഉണ്ടാവുകയില്ല, പണ്ഡിതന്മാരില്ലാത്ത ഒരു ദാരിദ്ര്യവും ഉണ്ടാവുകയില്ല, ഈ പ്രവർത്തനങ്ങൾക്ക് ആളില്ലാത്ത ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. അപ്പൊ അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ സമുദായത്തോട് നമ്മൾ ചെയ്യേണ്ടുന്ന ഈ കടപ്പാട് നിർവഹിക്കാൻ എന്റെ മുന്നിലിരിക്കുന്ന ഈ യുവ പണ്ഡിതന്മാർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് കൂടി ഞാൻ ഉണർത്തുകയാണ്. വയനാട് ജില്ലയിൽ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു കാലത്ത് വയനാട് ജില്ലയിലെ പണ്ഡിതന്മാരുടെ അഭാവം വളരെ അങ്ങേയറ്റം പ്രകടമായിരുന്നതാണ്. എന്നാൽ ഇന്നതൊക്കെ മാറി. ഇവിടെ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ, ഈ സ്ഥാപനം ഇതുപോലത്തുള്ള ചില സ്ഥാപനങ്ങളുമൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് ഒരുപാട് ആളുകൾ ഈ ഇൽമിന്റെ വാഹകരായി അതിനെ പഠിച്ച് മനസ്സിലാക്കി പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ഒരു അവസ്ഥ ഇന്ന് വയനാട് ജില്ലയിലായിക്കഴിഞ്ഞിരിക്കുകയാണ്. അത് വലിയൊരു അനുഗ്രഹമാണ്, ഈ നാട്ടിന്റെ അനുഗ്രഹമാണ്. ആ അനുഗ്രഹം ഈ നാട്ടിലുള്ള സമുദായത്തിന് ലഭിക്കണമെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങൾ വളരെ അങ്ങേയറ്റം ശ്രദ്ധിച്ചുകൊണ്ട് ഇത് ഏറ്റെടുത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളത് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് പ്രത്യേകമായി ഉണർത്തുകയാണ്. പരിശുദ്ധമായ ദീന്, അല്ലാഹുവിന്റെ ദീൻ ഇവിടെ നിലനിൽക്കാൻ നമ്മളുടെ ഈ സേവനം വളരെ ആവശ്യമാണ്. അതുകൊണ്ടാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും ഈ ഒരു ദൗത്യം ഏറ്റെടുത്ത ബഹുമാനപ്പെട്ട സ്വഹാബ, ആ സ്വഹാബാക്കൾ മുഴുവനും ഈ ലോകത്തിനുള്ള വഴികാട്ടികളായി അവരിൽ നിന്നും ഏറ്റുവാങ്ങി പരിശുദ്ധമായ ഈ ദീനിനെ, അതിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തിയ ബഹുമാനപ്പെട്ട താബിഈകൾ, അതിനുശേഷം വന്ന താബിഈകൾ, അതിനുശേഷം വന്ന ആ പൂർവിക കാലഘട്ടങ്ങളിലുള്ള മുസ്ലിങ്ങൾ, അവരൊക്കെ തന്നെ ഈ കാര്യത്തിൽ വളരെ ശ്രദ്ധ കാണിച്ചതുകൊണ്ട് ഇന്ന് നമുക്ക് ഈ ഒരു അവസ്ഥയിൽ പരിശുദ്ധ ദീനിനെ നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇനിയും തുടർന്നുകൊണ്ടിരിക്കണം. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഫൽയുബല്ലിഗു ഷാഹിദു അൽ ഗായിബ. ഇതെന്നിൽ നിന്ന് നിങ്ങൾക്കിപ്പോ ഏറ്റുവാങ്ങാൻ സാധിച്ചു. സഹാബത്തിനോട് പറയാം, ഒരു 1.25 ലക്ഷത്തോളം വരുന്ന സഹാബിവര്യന്മാരെ നിർത്തിക്കൊണ്ട് ഇതാ നിങ്ങൾക്ക് പരിശുദ്ധമായ ഈ ദീന് ഞാൻ സമ്പൂർണമായി ഏൽപ്പിക്കുന്നു. ഹൽ ബല്ലഗ്തു യാ സ്വഹാബി. സഹാബാക്കളോട് അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു, ഞാൻ ഇതൊക്കെ നിങ്ങൾക്ക് കൈമാറി തന്നിട്ടില്ലേ? എന്നെ ഏൽപ്പിക്കപ്പെട്ട ഈ കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് ഞാൻ എത്തിച്ചു തന്നിട്ടില്ലേ? ബഹുമാനപ്പെട്ട സ്വഹാബ ഖാലൂ ഖദ് ബല്ലഗ്ത യാ റസൂലല്ലാഹ്. സ്വഹാബാക്കൾ പറഞ്ഞു, തീർച്ചയായും തങ്ങൾ ഇതൊക്കെ എത്തിച്ചു തന്നിട്ടുണ്ട്, ഞങ്ങൾക്കതൊക്കെ ലഭിച്ചിട്ടുണ്ട്, തങ്ങളിൽ നിന്ന് ഞങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്, ഒരു കുറവും ആ കാര്യത്തിൽ വന്നിട്ടില്ല. ഇത് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പടച്ച തമ്പുരാനോട് പറഞ്ഞു, അല്ലാഹുമ്മ അശ്ഹദ്, എന്നാ പടച്ചത് നീ ഇതിന് സാക്ഷിയാവണം. ഈ ലക്ഷങ്ങൾ എന്റെ മുന്നിൽ ഇതാ സമ്മതിച്ചിരിക്കുന്നു, പരിശുദ്ധമായ ദീന് അവരിലേക്ക് ഞാൻ കൈമാറിക്കൊടുത്തു, അതവർ ഏറ്റുവാങ്ങിയിട്ടുണ്ട് എന്ന്. ആ പറഞ്ഞതിന് ശേഷം അല്ലാഹുവിന്റെ പ്രവാചകൻ ഈ സ്വഹാബാക്കളോട് പറഞ്ഞതെന്താ? അലാ ഫൽയുബല്ലിഗു ഷാഹിദു വൽ ഗായിബ. ഇനി നിങ്ങൾ ഏറ്റുവാങ്ങിയ ഈ പരിശുദ്ധ ദീനിനെ ഒരു കോട്ടവും വരാത്ത വിധത്തിൽ നിങ്ങൾക്ക് ശേഷമുള്ളവരിലേക്ക് ഇത് എത്തിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കണം. ആ ഒരു പ്രവർത്തനം അതാണ് ഈ ഉലമാക്കളിലൂടെ, ആലിമീങ്ങളിലൂടെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഒരു വലിയ കാര്യമാണ്. എന്നാൽ നമുക്ക് തോന്നും നമ്മളിപ്പോ വലിയ ആലിമായി, നല്ല തിരിയണവനായി, നല്ല വിവരമുള്ളവനായി എന്നൊക്കെ തോന്നും. പക്ഷേ അതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾക്കൊന്നും കിട്ടിയിട്ടില്ല.
ഇപ്പൊ ഇവിടെ വന്നു, ഇപ്പൊ വാപ്പി സനത്, ആ വാപ്പി സനത് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം ആയിന, ഒന്നും ആയിട്ടില്ല, ആകാനുള്ളൊരു തുടക്കം മാത്രമാണത്. ഉമാ ഊത്തീത്തും മിനൽ ഇൽമി ഇല്ലാ ഖലീല, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ, ഉമാ ഊത്തീത്തും മിനൽ ഇൽമി ഇല്ലാ ഖലീല, വളരെ ചുരുങ്ങിയ തുച്ഛമായത് മാത്രമേ നിങ്ങൾക്കൊക്കെ ഇൽമിൽ നിന്നും ലഭിച്ചിട്ടുള്ളൂ. എന്നാൽ അത് നമ്മൾ മനസ്സിലാക്കണം. നമുക്കാറ് എപ്പോഴും ഈ അറിവ് വളർത്തിക്കൊണ്ടുവരുന്ന ആ ഒരു ജീവിതം നമ്മളുടേതാകണം. നന്നായി പഠിച്ചത് വീണ്ടും ആവർത്തിച്ച് മുതാല ചെയ്ത് കിതാബുകൾ നോക്കി, മസലകൾ നോക്കി, ദീനിന്റെ കാര്യങ്ങളും ചരിത്രങ്ങളുമൊക്കെ വീണ്ടും 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 നമ്മൾ ആവർത്തിച്ച് പഠിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ അവസാനം വരെ മുതഅല്ലിമായി മരിക്കുക എന്നതാണ് നമ്മളുടെ ആ ഒരു കാര്യത്തിൽ ഉണ്ടാകേണ്ടത്. നമ്മൾ മുതഅല്ലിമായി മരിക്കണം. മരിക്കുന്നവരെ നമ്മൾ മുതഅല്ലിമീങ്ങളാണ്. ആലിമീങ്ങളാണെങ്കിൽ മുതഅല്ലിമീങ്ങളാണ്. അതാണ് നമ്മളുടെ പൂർവികന്മാരുടെ ചരിത്രം. അപ്പൊ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ഈ കിതാബുമായുള്ള ബന്ധം വിടാതെ പഠിച്ച കിതാബുകൾ വീണ്ടും ആവർത്തിക്കാൻ, അത് മുതാല ചെയ്യാനും ഒക്കെ കിട്ടുന്ന ഒഴിവുകളും അവസരങ്ങളുമൊക്കെ ഉപയോഗപ്പെടുത്തി വേണ്ടാത്ത അതും ഇതും വായിച്ചിട്ടും വേണ്ടാത്ത കാര്യങ്ങളിൽ ഇടപെട്ടും പോകരുത്. ഇൽമുമായുള്ള ആ ഒരു ജീവിതം തന്നെ നമ്മളിൽ ഉണ്ടാക്കിയെടുക്കണം എന്നുകൂടി പ്രത്യേകമായി നിങ്ങളോട് ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പൊരുത്തപ്പെട്ട ഉലമാക്കളെ സംബന്ധിച്ച് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ തന്നെ പറഞ്ഞതെന്താ, ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, അള്ളാഹുവിന്റെ അടിമകളില് അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവർ ഉലമാക്കളാണ്. കാരണം അവർക്ക് അള്ളാഹുവിനെ അറിയാൻ കഴിയുമെന്നുള്ളതാണ്. മറ്റുള്ളവരെക്കാൾ അള്ളാഹുവിനെ അറിയാൻ കഴിയുന്നവരാ ഉലമാക്കൾ. അപ്പൊ ആ ഒരു ജീവിതം നമ്മളിൽ ഉണ്ടാകണം. നമ്മളുടെ ജീവിതം അള്ളാഹുവിനെ ഭയന്നുകൊണ്ട്, അള്ളാഹുവിന്റെ വാക്കുകൾ അനുസരിച്ചുകൊണ്ട്, അള്ളാഹു നമ്മളോട് കൽപ്പിച്ച കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട്, മഹാനായ പ്രവാചകന്റെ മാതൃക സ്വീകരിച്ചുകൊണ്ട് ആ ഒരു മാർഗം നമ്മളും അവലംബിക്കണം. എന്നാൽ തീർച്ചയായും നമ്മളുടെ ഈ അറിവ് അങ്ങനെ വളർന്നുകൊണ്ടിരിക്കും, വർദ്ധിച്ചുകൊണ്ടിരിക്കും എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അത് നിങ്ങളെല്ലാവരും കൂടുതൽ അതിലൊക്കെ ശ്രദ്ധിക്കണം, മനസ്സിലാക്കണം എന്നുകൂടി ഈ സന്ദർഭത്തിൽ നിങ്ങളോട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു അവൻ പൊരുത്തപ്പെട്ട ഉലമാക്കളിലും മുതഅല്ലിമീങ്ങളിലും നമ്മളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ മഹാന്മാരായ പൂർവികന്മാരായ ദീനിന്റെ ഇമ്മത്തുകൾ, ആ ദീനിന്റെ മഹാന്മാരായ നേതാക്കൾ, അവരെയൊക്കെ കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അല്ലാഹു നമ്മളെയൊക്കെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ദീനിന് ഖിദ്മത്ത് ചെയ്യാൻ, ഇൽമിന് ഖിദ്മത്ത് ചെയ്യാൻ, ഈ സമുദായത്തിന് ഖിദ്മത്ത് ചെയ്യാൻ അല്ലാഹു നമുക്കൊക്കെയും ഭാഗ്യം നൽകുമാറാകട്ടെ. നല്ല